ഓക്കെ, അപ്പൊ നമ്മുടെ ടൈപ്സ് ഓഫ് ഡയാലിസിസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത്. ഏതൊക്കെ ടൈപ്പാ പഠിച്ചേ? ഏതൊക്കെ ടൈപ്പാ പഠിച്ചത്? ഹീമോഡയാലിസിസ്. ഏതാണ്? ഹീമോഡയാലിസിസ്. ഡയാലിസിസും വേറെ ഏതെങ്കിലും പഠിച്ചോ? പെരിറ്റോണിയൽ ഡയാലിസിസ്. ഓക്കെ, രണ്ട് ടൈപ്പാണ് നമ്മൾ പഠിച്ചത്. എന്താണ് അതില്? ഹീമോഡയാലിസിസിലാണെങ്കിൽ 3 വാസ്കുലർ അസസ് സൈറ്റുകൾ ഉണ്ടെന്ന് പഠിച്ചു അല്ലെ? ഏതൊക്കെയായിരുന്നു? ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല, ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ്, വാസ്കുലർ ആക്സസ് കത്തീറ്റർ. ഓക്കെ, വാസ്കുലർ അസസ് കത്തീറ്റർ. നെക്സ്റ്റ് നമ്മൾ എന്താണെന്ന് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്? ബോഡിയുടെ ഉള്ളിൽ വെച്ച് തന്നെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന പ്രോസസ് ആണ് അത്. ഓക്കെ, വേറെ എന്താണ് അവിടെ? എങ്ങനെയാണ് ആ ഒരു പ്രോസസ് ചെയ്യുന്നത്? എന്താണ് ഫിൽട്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്? ഫിൽട്ടർ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? ലൈനിങ് ഓഫ് അബ്ഡോമൻ ഓർ ബെല്ലി ഏരിയ. എന്താണ് ആ ലൈനിങ്ങിന്റെ പേരെന്താണ്? പെരിറ്റോണിയം. പെരിറ്റോണിയം. ആ ഒരു പെരിറ്റോണിയം ആണ് അവിടെ ഫിൽട്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ഒരു പേര് തന്നെ ആ ഒരു ഡയാലിസിസിന് വന്നത് അല്ലെ, പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് വന്നത്. ഇനി അത് നമ്മള് നെക്സ്റ്റ് ആണ് ടൈപ്സ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് നമ്മൾ ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ടൈപ്സ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ്. പെരിറ്റോണിയൽ ഡയാലിസിസ് 3 വിധത്തിൽ അല്ലെങ്കിൽ 3 ടൈപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാന്ന് നോക്കിയേ. ഫസ്റ്റ് വൺ ആണ് കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്, ദാറ്റ് ഈസ് CAPD. കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്, CAPD ആണ് ഫസ്റ്റ് ഉണ്ട്. ഫസ്റ്റ് ടൈപ്പ് നോക്കിയേ. ഡസ് നോട്ട് നീഡ് എ മെഷീൻ. ഇവിടെ എന്താണ്? ഒരു മെഷീൻ ആവശ്യമില്ല. And exchanges can be done 3 to 5 times a day during waking hours. എന്താണ് ഈ ഒരു കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് അല്ലെങ്കിൽ CAPD? ഇതിന്റെയൊക്കെ ഷോർട്ട് ഫോംസ് ചോദിച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഈ 3 എക്സ്പാൻഡ് ഫോംസ് പഠിച്ചിരിക്കണം, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. കാരണം ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ 3 ഭാഗത്ത് നിന്ന് എപ്പോഴും കാണാറുണ്ട്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും കാണാറുണ്ട് കേട്ടോ. അപ്പൊ എപ്പോഴും നോക്കി വെച്ചിരിക്കുക ആ ഒരു എക്സ്പാൻഡ് ഫോമും ഷോർട്ട് ഫോംസും. അപ്പോ CAPD-യില് ഇവിടെ ഒരു മെഷീൻ എന്തിരുന്നില്ല, ആവശ്യമായിട്ട് വരുന്നില്ല. നമ്മൾ ഓൾറെഡി പെരിറ്റോണിയൽ ഡയാലിസിസ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ എന്ത് മെഷീന്റെ ഒരു ആവശ്യം വരുന്നില്ല അല്ലെ. നമ്മൾ വീട്ടിൽ വെച്ച് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ വെച്ച് തന്നെയാണ് അവിടെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്നത്. എന്നാൽ ഈ പെരിറ്റോണിയൽ ഡയാലിസിന്റെ ടൈപ്പ് നിങ്ങൾ പഠിക്കുമ്പോൾ അവിടെ ബാക്കി 2 അവിടെ ഒരു മെഷീന്റെ സഹായം വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ ഇതെന്താണ് ഈ ഇവിടെ പെരിറ്റോണിയൽ ഡയാലിസിസ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഈ ഒരു ഡയാലിസൈറ്റ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് എന്താ കത്തീറ്ററിന്റെ സഹായത്തോടു കൂടി അബ്ഡോമിനിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. അതുപോലെ അത് തിരിച്ച് എന്ത് ചെയ്യണം, കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അത് അവിടെ നിന്ന് ഡ്രെയിൻ ചെയ്ത് റിമൂവ് ചെയ്ത് മാറ്റണം എന്നൊക്കെ. അപ്പൊ ആ ഒരു പ്രൊസീജിയർ എന്താണ് ഒരു മെഷീന്റെ സഹായം ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ അതാ എന്താണ് അവര് ഇപ്പൊ നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നതിൽ പറയുന്നുണ്ട് സ്ലീപ്പിംഗ് സമയത്ത് അല്ലെങ്കിൽ രോഗികൾ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ആ ഒരു പ്രൊസീജിയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അന്നേരം എങ്ങനെയാണ് ആ ഒരു നമുക്ക് സെൽഫായിട്ട് പോലും ഈ ഒരു പ്രൊസീജിയർ ചെയ്യാം. നമ്മൾ വീട്ടിലിരുന്ന് ഹോമിലിരുന്ന് ചെയ്യുന്നത്. അപ്പൊ സമയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ സമയത്ത് നമ്മളിപ്പോ സ്ലീപ്പിംഗ് ആയിരിക്കുന്ന ആ ഒരു പേഷ്യന്റ് ഉറങ്ങുന്ന സമയമാണെങ്കിൽ അപ്പൊ അവിടെ എന്താണ് ആ പേഷ്യന്റിന് ഒരു ഡിസ്റ്റർബൻസ് വരാത്ത രീതിയിൽ ഈ ഒരു പ്രൊസീജിയർ നമുക്ക് ഇങ്ങനെയുള്ള മെഷീൻ, അതായത് വലിയ മെഷീൻസ് ഒന്നുമല്ല, മറ്റു പുറമെ നമ്മൾ ഹീമോഡയാലിസിസ് ചെയ്ത പോലെയുള്ള വലിയ രീതിയിലുള്ള ഡയാലിസിസ് മെഷീൻ അല്ല. എന്നാൽ ചെറിയ നമ്മുടെ ആ വീട്ടിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ മെഷീന്റെ സഹായത്തോടു കൂടി ഈ ഒരു പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നൈറ്റ് ആണ്, രാത്രിയാണ് ഈ ഒരു ഡയാലിസിസ് പ്രൊസീജിയർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു മെഷീൻ എന്ന് പറയുന്നത് പ്രോഗ്രാമബിൾ മെഷീൻ ആണ്. അതായത് നമുക്ക് എന്താണ് കറക്റ്റ് ടൈം, എത്ര ടൈം കൂടുമ്പോ ആ ഡയാലിസൈറ്റ് എന്ന് പറയുന്ന ഫ്ലൂയിഡ് ഫില്ല് ചെയ്ത് കൊടുക്കണം, എപ്പോ എത്ര മണിക്കൂർ കഴിയുമ്പോൾ അത് റിമൂവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എത്ര പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ പ്രോഗ്രാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പേഷ്യന്റ് എന്ത് ചെയ്യാം, അവർക്ക് അവിടെ കിടന്ന് എന്ത് ചെയ്യാം, ഉറങ്ങാം. ആ ഒരു പേഷ്യന്റിന് ആ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നില്ല. അത് അവർ ഉറങ്ങുന്ന സമയത്ത് ആ ഒരു മെഷീൻ എന്ത് ചെയ്യും, ഈ ഡയാലിസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനെ
ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് ഈ ഒരു ഡയാലിസിന്റെ ആ ഒരു ഇവിടെ ഉപയോഗിക്കുന്ന ഒരു ഡയാലിസിസ് മെഷീൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ത് തന്നെയാണ്, അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ ആ ഡയാലിസേറ്റ് എന്ന് പറയുന്ന ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ട് തന്നെയാണ് ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അത് പുറത്തേക്ക് ബ്ലഡിനെ എടുത്തിട്ടൊന്നുമല്ല ആ ഒരു ഡയാലിസിസ് എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്ക് നടക്കുന്നത്. ഈ ടൈപ്പിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എന്താണ്, നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ വെച്ച് തന്നെയാണ് അവിടെ ബ്ലഡിന്റെ പ്യൂരിഫിക്കേഷൻ അല്ലെങ്കിൽ ഫിൽട്രേഷൻ നടക്കുന്നത്. എന്നാൽ അവിടെ എന്താണ്, നമ്മൾ ഒരാൾ ചെയ്തു കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യുന്നു, ഇപ്പൊ ഇത്ര സമയത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു, ഇത്ര സമയത്ത് ഡ്രെയിൻ ചെയ്ത് മാറുന്നു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഒരു മെഷീന്റെ സഹായത്തോടു കൂടി ചെയ്യും. അത്രയാണ് അതിന്റെ വ്യത്യാസം കേട്ടോ. നിങ്ങൾക്ക് ഇപ്പൊ രണ്ടാമത്തെ ടൈപ്പ് ഒക്കെ പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നേക്കാം, എന്തുകൊണ്ടാണ് നമ്മൾ മെഷീൻ അല്ല, മെഷീൻ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പിന്നീട് ആ ടൈപ്പിൽ വരുമ്പോൾ മെഷീൻ ഉണ്ടല്ലോ എന്ന് പറയുന്നത്. ആ ഒരു കാര്യം നിങ്ങൾക്കൊരു ഡൗട്ട് വന്നേക്കാം കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി പറഞ്ഞത്. അപ്പൊ CAPD എന്ന് പറയുന്ന ആ ഒരു ടൈപ്പില് നമുക്ക് എന്ത് വേണ്ട, മെഷീൻ ആവശ്യമായിട്ട് വരുന്നില്ല, യാതൊരു വിധ മെഷീനും ആവശ്യമായിട്ട് വരുന്നില്ല. നമ്മൾ ഓൾറെഡി നമ്മൾ പെരിറ്റോണിയൽ ഡയാലിസിസ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, ഡയാലിസിറ്റ് എന്ന് പറയുന്ന ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു, ആ ഒരു കത്തീറ്ററിന്റെ സഹായത്തോടു കൂടി ആ പെരിറ്റോണിയൽ ക്യാവിറ്റിയിൽ ഫില്ല് ചെയ്യുകയും കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അവിടെ ആ അബ്സോർപ്ഷൻ നടന്നതിന് ശേഷം അല്ലെ, വേസ്റ്റിന്റെയും എക്സ്ട്രാ ഫ്ലൂയിഡ്സ് ഒക്കെ ബ്ലഡിലുണ്ടെങ്കിൽ അത് അബ്സോർബ് ചെയ്തെടുത്തതിന് ശേഷം 1, 2, 3 മണിക്കൂറുകൾക്ക് ശേഷം എന്ത് ചെയ്യും, അത് ഡ്രെയിൻ ചെയ്ത് മാറ്റും. നമ്മൾ ആ ഒരു സെയിം പ്രോസസ് തന്നെയാണ് ഈ ഒരു ടൈപ്പിലും നടക്കുന്നത്. പക്ഷെ അതിന്റെ റിപ്പീറ്റ് ചെയ്യുന്നത് ആ സെയിം പ്രൊസീജിയർ തന്നെ ചിലപ്പോ 3, 5 തവണ ഒരു ദിവസം നമ്മുടെ ആ ഒരു എണീക്കുന്ന ആ ഒരു ദിവസം, നമ്മുടെ ആ പ്രസന്റ് നമ്മൾ എണീറ്റിരിക്കുന്ന ആ ഒരു സമയത്ത് ചിലപ്പോ 3, 5 പ്രാവശ്യം ഈ ഒരു പ്രൊസീജിയർ, ഈ ഒരു എക്സ്ചേഞ്ച് നടക്കേണ്ടതായിട്ട് വരും. അത്ര മാത്രമേ ആ ഒരു ഫസ്റ്റ് ടൈപ്പിൽ വരുന്ന വ്യത്യാസമുള്ളൂ. സെക്കൻഡ് ടൈപ്പ് നോക്കിയേ, കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ് അല്ലെങ്കിൽ CCPD, കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ് അല്ലെങ്കിൽ CCPD. ഇതിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത്, നീഡ് ദ യൂസ് ഓഫ് എ പർട്ടിക്കുലർ ഡയാലിസിസ് മെഷീൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ ഹോം. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലെ, നമ്മൾ എന്താണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പഠിക്കുമ്പോൾ നമ്മൾ ഡയാലിസിസ് മെഷീൻസ് ഉപയോഗിക്കുന്നില്ല. വലിയ ഹീമോ ഡയാലിസിസ് ഒക്കെ ഉപയോഗിക്കുന്ന പോലെയുള്ള വലിയ മെഷീൻസ്, അതായത് ബ്ലഡ് നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തെടുത്ത് ഫിൽട്ടർ ചെയ്ത് തിരിച്ചു കയറ്റുന്നൊന്നുമില്ല. ആ രീതിയിലുള്ള മെഷീൻസ് ഒന്നും ഇവിടെ യൂസ് ചെയ്യുന്നില്ല. മറിച്ച് എന്താണ്, നമ്മുടെ വീട്ടിൽ വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻ, ഒരു പ്രത്യേക തരത്തിലുള്ള ഈ ഒരു ഡയാലിസിസിന് സഹായിക്കുന്ന ഒരു പ്രത്യേക തരം മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്, ദിസ് ടൈപ്പ് ഓഫ് ഡയാലിസിസ് ഇസ് പെർഫോംഡ് ഓട്ടോമാറ്റിക്കലി വെൻ ദ പേഷ്യന്റ് ഈസ് സ്ലീപ്പിംഗ്. അതായത് പേഷ്യന്റ് ഉറങ്ങുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഡയാലിസിസ് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മെഷീന്റെ സഹായം ആവശ്യപ്പെടുന്നു. എന്തിനു വേണ്ടിയാ, ആ ഒരു മെഷീനെ നമുക്ക് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ട് അതെന്ത് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി ഈ പെരിറ്റോണിയൽ ഫ്ലൂ ആ ഒരു ക്യാവിറ്റിയിൽ ഈ ഒരു ഡയാലിസിറ്റ് എന്ന് പറയുന്ന ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുന്നു. ഇത്ര മണിക്കൂർ കഴിയുമ്പോൾ അത് ട്രെയിൻ ചെയ്യുന്നു. അതുപോലെ തന്നെ ആ പ്രൊസീജിയർ എത്ര തവണ ആ ഒരു പേഷ്യന്റ് റിപ്പീറ്റ് ചെയ്യണം, ആ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ഈ ഒരു മെഷീനാണ് പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ആ ഒരു മെഷീനാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് രണ്ടാമത്തത്, കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്, CCPD എന്ന് പറയുന്നത്. ആദ്യത്തെ എന്തായിരുന്നു, അവിടെ ഒരു മെഷീന്റെ സഹായം ഇല്ലാതെ തന്നെ അവിടെ നമുക്ക് ഡയാലിസിസ് ചെയ്യാൻ പറ്റും. പക്ഷെ എങ്ങനെയാണ്, ആ പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ സെയിം പ്രൊസീജിയർ തന്നെ എത്ര 3, 5 പ്രാവശ്യം ഒരു ദിവസത്തിൽ റിപ്പീറ്റ് ചെയ്ത് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യേണ്ട ആ ഒരു സെയിം പ്രൊസീജിയർ ചിലപ്പോൾ 3, 5 പ്രാവശ്യം ചെയ്യേണ്ടതായിട്ട് വരും, ആ ഒരു എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ ടൈപ്പ് വരുമ്പോൾ CCPDയിൽ എന്താണ്, അവിടെ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഡയാലിസിസ് മെഷീൻ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു മെഷീൻ എന്താ, ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യുന്ന ഒരു മെഷീനാണ്. പേഷ്യന്റ് സ്ലീപ്പ് ചെയ്യുമ്പോൾ അല്ലെ, സ്ലീപ്പ് അല്ലെങ്കിൽ എന്താണ്, ഉറങ്ങുന്ന സമയത്ത്, പേഷ്യന്റിന് ഉറങ്ങുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഓട്ടോമാറ്റിക്കലി ഈ ഒരു മെഷീൻ എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ്, അവിടെ ആ ഡയാലിസിസ് ആ പേഷ്യന്റിന് ഒരു എന്താ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ സ്ലീപ്പിംഗിൽ ഒരു ഡിസ്റ്റർബൻസ് വരുന്നില്ല. ആ ഒരു സമയം എന്താണ്, കണ്ടിന്യൂസ്ലി അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു മെഷീന്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. തേർഡ് നോക്കി, തേർഡ് ടൈപ്പ് ആണ് ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ് അല്ലെങ്കിൽ IPD. ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ് അല്ലെങ്കിൽ IPD എന്ന് പറയുന്നത്. ഈ ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ് അല്ലെങ്കിൽ IPD എന്ന് പറയുന്നത് യൂസസ് ദ സെയിം ടൈപ്പ് ഓഫ് മെഷീൻ ആസ് CCPD. CCPD നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, CCPD എന്താണെന്നുള്ളത്. ആ CCPDയിൽ ഉപയോഗിക്കുന്ന സെയിം ടൈപ്പ് ഓഫ് മെഷീൻ തന്നെ ഇവിടെയും ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്.
പക്ഷേ ട്രീറ്റ്മെന്റ്സ് വിൽ ബി ലോങ്ങർ. പക്ഷെ മറ്റത് നമുക്ക് എന്താണ്, ആ ഒരു ഉറങ്ങുന്ന സമയം അല്ലെങ്കിൽ സ്ലീപ്പിംഗ് പേഷ്യന്റ് സ്ലീപ്പിംഗ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ അത് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ എന്താണ് കുറച്ച് ലോങ് ടൈമിന് അല്ലെങ്കിൽ ലോങ്ങർ ആയിട്ട് നമുക്ക് ആ ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരും. Then IPD can be done at home. നമുക്ക് ഈ IPD വീട്ടിൽ ചെയ്യാം, but it is usually in the hospital. പക്ഷേ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് എവിടെ ചെയ്യാനാണ് പറ്റുന്നത്, ഹോസ്പിറ്റലിൽ ചെയ്യാനാണ് സൗകര്യം കൂടുതൽ. അപ്പൊ 3 ടൈപ്പ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് പറഞ്ഞത്. കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് അല്ലെങ്കിൽ CAPD എന്ന് പറയുന്നത്. അവിടെ എന്താണ്, ഒരു മെഷീന്റെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് ഡയാലിസിസ്, പെരിറ്റോണിയൽ ഡയാലിസിസ് സെയിം പ്രൊസീജിയർ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ്, നമ്മുടെ ആ ഒരു പെരിറ്റോണിയൽ ക്യാവിറ്റി അല്ലെങ്കിൽ ആ ഒരു അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ ഡയാലിസിസ് ഫ്ലൂയിഡ് നിറയ്ക്കുന്നു. അതിനുശേഷം കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം എന്ത് ചെയ്യുന്നു, അത് ട്രെയിൻ ചെയ്ത് ആ വേസ്റ്റും മറ്റേ എക്സ്ട്രാ ഫ്ലൂയിഡ്സ് ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള ആ ഒരു ഫ്ലൂയിഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രെയിൻ ചെയ്ത് മാറ്റുന്നു. ആ സെയിം പ്രൊസീജിയർ തന്നെയാണ് ആദ്യത്തെ ടൈപ്പിലും നടക്കുന്നത്. പക്ഷെ അവിടെ എന്താണ്, ആ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുന്നതിന്റെ നമ്പർ അല്ലെങ്കിൽ ആ ഒരു ഫ്ലൂയിഡ് എക്സ്ചേഞ്ച് ചെയ്യുന്നതും തിരിച്ചു കയറ്റുന്നതുമായിട്ടുള്ള ആ ഒരു എക്സ്ചേഞ്ച് നടക്കുന്നത് ചിലപ്പോ 3 പ്രാവശ്യമോ 5 പ്രാവശ്യമോ ഒക്കെ ഒരു ദിവസം തന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യേണ്ടതായിട്ട് വരും. രണ്ടാമത്തെ കാര്യം എന്താണ് പറഞ്ഞത്, കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ് അല്ലെങ്കിൽ CCPD പറഞ്ഞത്. ഇവിടെ ആ ഒരു നമ്മൾ പറഞ്ഞ ഓൾറെഡി മെഷീൻ ആവശ്യമില്ല എന്ന്. എന്നാൽ ഈ ഒരു രണ്ടാമത്തെ ടൈപ്പ് ആയിട്ടുള്ള CCPD പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ ആ പ്രൊസീജിയർ തന്നെയാണ് സെയിം ആണ് നടക്കുന്നത്. എന്നാൽ പോലും അവിടെ എന്താണ്, വീടുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫിൽറ്റർ ആവശ്യം, എന്താ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫിൽറ്റർ ഉപയോഗിക്കാതെ തന്നെ എന്താണ്, ഒരു ഡയാലിസിസ് മെഷീൻ, ഒരു ഡയാലിസിസ് സഹായിക്കുന്നതായിട്ടുള്ള ഒരു മെഷീനാണ്. ഇത് ഒരു ഓട്ടോമാറ്റിക് മെഷീനാണ്. അത് നമുക്ക് പ്രോഗ്രാം ചെയ്ത് വെക്കാനായിട്ട് പറ്റും. എത്ര ടൈമില് ഈ ഒരു ഡയാലിസിസ് ഈ ഒരു പേഷ്യന്റിന് ഈ സെയിം പെരിറ്റോണിയൽ ഡയാലിസിസ് തന്നെയാണ് ചെയ്യുന്നത്. ആ ഒരു പ്രൊസീജിയർ തന്നെയാണ് എത്ര ദിവസം അല്ലെങ്കിൽ എത്ര ദിവസം ഓരോ ദിവസവും ഇത്ര സ്ലീപ്പിംഗ് ടൈമില് എത്ര പ്രാവശ്യം ഈ ഒരു സെയിം എക്സ്ചേഞ്ച് പ്രോസസ്സ് നടത്തണം. അതുപോലെ തന്നെ എപ്പോഴൊക്കെയാണ്, അല്ലെങ്കിൽ 3 പ്രാവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിർത്താം, സ്റ്റോപ്പ് ചെയ്യാം. അങ്ങനെയുള്ള പ്രോഗ്രാംസ് നമുക്ക് ആ ഒരു മെഷീനിൽ കണ്ടക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ ആ പ്രോഗ്രാമിനനുസരിച്ച് അത് എന്ത് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യുന്നു. അപ്പൊ ആ ഒരു പേഷ്യന്റ് സ്ലീപ്പിംഗ് ചെയ്യുന്ന സമയത്ത് മറ്റൊരാളുടെയും നിർദ്ദേശം ഇല്ലെങ്കിൽ കൂടിയും ആ ഒരു മെഷീൻ ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. പേഷ്യന്റിനാണെങ്കിലോ യാതൊരുവിധ ഒരു ഇറിറ്റേഷനോ അല്ലെങ്കിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ നമുക്ക് ആ ഒരു പ്രൊസീജിയർ ചെയ്യാനും പറ്റും. മൂന്നാമത്തത് ഇന്റർമീഡിയറ്റ് പെരിറ്റോണിയൽ ഡയാലിസിസ് വരുന്നത് എന്താണ്, CCPD പോലെ തന്നെ ഇവിടെയും ഒരു മെഷീൻ ആവശ്യമായിട്ട് ആ സെയിം മെഷീൻ ഇവിടെയും യൂസ് ചെയ്തതായിട്ട് വരുന്നുണ്ട്. പക്ഷെ അതെന്താണ്, കുറച്ചും കൂടി ലോങ്ങർ ടൈം ആ ഒരു സെയിം പ്രൊസീജിയർ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഇത് നമുക്ക് വീട്ടിൽ ചെയ്യാം, എന്നാൽ കൂടി കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് എവിടെയാണ്, ഹോസ്പിറ്റലിൽ തന്നെ പോയാണ് ചെയ്യേണ്ടത്. എത്രയും ക്ലിയർ ആയോ? 3 ടൈപ്പ് ക്ലിയർ ആയോ? ഓക്കെ. Then next the supplies and equipment needed, duration of each treatment and number of treatments per day will differ relying on the type of PD you are using and your medical condition. അല്ലെ, അപ്പൊ ഇവിടെ ഈ 3 ടൈപ്പ് നമ്മൾ പഠിച്ചു. പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ 3 ടൈപ്പ് പഠിച്ചു. ഈ 3 ടൈപ്പും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിന് എന്താണെന്നല്ല കൂടുതലും ചോദിച്ചു കണ്ടിരിക്കുന്നത്, ഇതിന്റെ ആ എക്സ്പാൻഡഡ് ഫോംസ് ആണ് കേട്ടോ. അതുപോലെ ഏതൊക്കെയാണ് പെരിറ്റോണിയൽ ഡയാലിസിസിൽ വരുന്ന ടൈപ്പ് ഏതൊക്കെയാണെന്ന് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ CAPD എന്താണ്, CCPD എന്താണ്, അല്ലെങ്കിൽ IPD എന്താണ് എന്നുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ, എഴുതി ചോദിക്കാറുണ്ട്. അപ്പൊ ഇതിലെ സപ്ലൈസ് അല്ലെ, ഇതിന് ആവശ്യമായിട്ട് ഈ ഒരു പെരിറ്റോണിയൽ ഡയാലിസിസ് ഏത് ടൈപ്പ് ആയിക്കോട്ടെ അത് ചെയ്യാനായിട്ട് കുറേയധികം സാധനങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട്, കുറേയധികം എക്യുപ്മെന്റ്സ് നമുക്ക് ആവശ്യമായിട്ട് വരാറുണ്ട്. അതുപോലെ ഈ ഒരു ട്രീറ്റ്മെന്റ് എത്ര നാള്, അതിന്റെ ഡ്യൂറേഷൻ എത്ര നാൾ ഈ ഒരു ട്രീറ്റ്മെന്റ് നമുക്ക് തുടരണം, ആ ഒരു പേഷ്യന്റ് എത്ര നാൾ ഈ ഒരു ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്ത് പോവേണ്ടതായിട്ട് വരും. അതുപോലെ ഒരു ദിവസം എത്ര ടൈം ഈ ഒരു ട്രീറ്റ്മെന്റിന്റെ നമ്പർ എത്ര ടൈം ചെയ്യേണ്ടതായിട്ട് വരും. ഈ സെയിം പ്രൊസീജിയർ ചിലർക്ക് 1-2 പ്രാവശ്യം ചെയ്താൽ മതിയായിരിക്കും. അത് ഓരോരുത്തരുടെയും ബോഡി കണ്ടീഷൻ അനുസരിച്ചാണ്. ചിലർക്ക് 3-5 വരെ പ്രാവശ്യം ചെയ്യേണ്ടതായിട്ട് വരും. ഈ സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം എന്താ, അവരുടെ ബ്ലഡിലുള്ള വേസ്റ്റസിന്റെയും എക്സ്ട്രാ ഫ്ലൂയിഡ്സിന്റെയും അളവ് അല്ലെങ്കിൽ എത്രത്തോളം അത് വേസ്റ്റസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒക്കെ കണക്കനുസരിച്ചാണ് ഇങ്ങനെയുള്ള എത്ര ടൈം ഒരു ദിവസം റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട്, ഈ ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റ് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ ഇതെല്ലാം എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, അവരുടെ മെഡിക്കൽ കണ്ടീഷൻ, ആ ചെയ്യുന്ന പേഷ്യന്റ്
പേഷ്യൻസിന്റെ മെഡിക്കൽ കണ്ടീഷൻ, അവരുടെ ആ ഒരു ഡയാലിസിസ് ചെയ്യാനായിട്ടുള്ള കണ്ടീഷൻ എന്താണ് എന്നുള്ളതനുസരിച്ചിട്ട്, അതുപോലെ എന്നുള്ളതനുസരിച്ച് എന്ത് ചെയ്യും, അവർ ആ ഏത് ടൈപ്പ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കും. ആ ഏത് ടൈപ്പ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നതും അതും ഒരു കാര്യമായിട്ട് വരുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഏത് ടൈപ്പാണ് തീരുമാനിക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ചുള്ള സാധനങ്ങളും എക്യുപ്മെന്റ്സും അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് അവർക്ക് എത്ര ദിവസം അല്ലെങ്കിൽ എത്ര ദിവസം ഈ ഒരു കറക്റ്റ് ആയിട്ട് ഈ ഒരു ട്രീറ്റ്മെന്റ് ഫോളോ ചെയ്ത് പോകണം, അതുപോലെ ഒരു ദിവസം എത്ര പ്രാവശ്യം ഇത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവരുടെ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ചും, അതുപോലെ തന്നെ അവരുടെ ഏത് ടൈപ്പാണ് PD എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ. PDHD ഒക്കെ എന്താണ് PD എന്ന് പറയുന്നത്? എന്താണ് PD? PD എന്താണ് അറിയില്ല? ആർക്കും അറിയില്ല PD? ഒന്ന് മെസ്സേജ് അയച്ചിട്ട് PD എന്താണ്? HD എന്താണ്? യെസ്, പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് PD. HD എന്താണ്? ഓക്കെ, HD ഹീമോഡയാലിസിസ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അത് മറന്നു പോകരുത് കേട്ടോ, കാരണം ഓൾറെഡി ഇനി വരുന്ന ടോപ്പിക്കിൽ PD HD എന്നൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഏതാണെന്ന് നമുക്ക് കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. അപ്പൊ PD എന്ന് പറഞ്ഞാൽ പെരിറ്റോണിയൽ ഡയാലിസിസ് അല്ലെ. അപ്പൊ അതിന്റെ ടൈപ്പ് ഏതാണ് PD നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്, അതുപോലെ ആ പേഷ്യന്റിന്റെ മെഡിക്കൽ കണ്ടീഷൻ എങ്ങനെയാണ് എന്നതിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും അവർ എത്ര നാളെ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യണം, അതുപോലെ ഒരു ദിവസം എത്ര പ്രാവശ്യം ആ ഒരു ഡയാലിസിസ് ചെയ്യണം, അതുപോലെ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്, അതിന് എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് വേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത്. Normally, this process takes a few hours and required to be reported to 6 times per day. അപ്പൊ നോർമലി ഇതെങ്ങനെയാണ് ആ പ്രോസസ് ചില കുറച്ച് മണിക്കൂറുകൾ മതിയാവും. ആൻഡ് റിക്വയർഡ് ടു ബി റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരാം 4 അല്ലെങ്കിൽ ചിലവർക്ക് 6 പ്രാവശ്യം വരെയൊക്കെ ഈ ഒരു സെയിം പ്രോസസ്സ്, അതായത് ഈ ഒരു പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യാനായിട്ട് കുറച്ച് മണിക്കൂറുകൾ മതി. എന്നാൽ ആ സെയിം ഡയാലിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് ഒരു പ്രാവശ്യം ചിലപ്പോൾ ഒരാൾക്ക് ചെയ്താൽ മതിയാവില്ല. എന്നാൽ അത് എന്ത് ചെയ്യണം, ഒരു ദിവസം തന്നെ അതിന്റെ നമ്പർ റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരാം. അത് ചിലപ്പോ 4 ആവാം, മാക്സിമം 6 പ്രാവശ്യം വരെ ഒരു ദിവസം ചിലവർക്ക് അവരുടെ കണ്ടീഷൻ അനുസരിച്ച് ചെയ്യേണ്ടതായിട്ട് വരാം. നെക്സ്റ്റ് ആണ് കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. ഇപ്പൊ നമ്മൾ 3 ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് ഹീമോ ഡയാലിസിസ് പറഞ്ഞു, സെക്കൻഡ് വൺ പെരിറ്റോണിയൽ ഡയാലിസിസ് പറഞ്ഞു, തേർഡ് വൺ ആണ് കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. 3 ടൈപ്പ് ഓഫ് ഡയാലിസിസ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അതിൽ തേർഡ് വൺ ആണ് കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി അല്ലെങ്കിൽ CRRT എന്ന് പറയുന്നത്. ഇനി കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി, ദിസ് തെറാപ്പി is used mainly in the intensive care unit for people with severe kidney failure. ആരാണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റൻസീവ് കെയർ യൂണിറ്റ് അറിയോ? ഇന്റൻസീവ്, യെസ്, വെരി ഗുഡ്. ICU അല്ലെ, ICU ആണ് ഇന്റൻസീവ് കെയർ യൂണിറ്റില്. ആ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ ICUവില് സിവിയർ ആയിട്ടുള്ള കിഡ്നി ഫെയിലിയർ അനുഭവിക്കുന്ന പേഷ്യൻസ് ഉണ്ടാവും അല്ലെ, ആളുകൾ ഉണ്ടാവും അല്ലെ. അവർക്കാണ് നമ്മൾ ഈ ഒരു CRRT അല്ലെങ്കിൽ കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പികൾ കൊടുക്കുന്നത്. It is also known as hemofiltration. ഇനി ഈ CRRTയെ മറ്റൊരു പേര് കൂടി അറിയപ്പെടുന്നു, ഹീമോഫിൽട്രേഷൻ എന്നറിയപ്പെടുന്നു. എപ്പോഴും ഈ CRRTയും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ, എന്താണ് CRRT എന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഏത് ടൈപ്പ് ഓഫ് ഡയാലിസിസിനെയാണ് ഹീമോഫിൽട്രേഷൻ എന്ന് കൂടി അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഏത് ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ്? CRRT ആണ് അല്ലെ, കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പിനെയാണ് മറ്റൊരു പേരിലും കൂടി അറിയപ്പെടുന്നത് എന്താ? ഹീമോഫിൽട്രേഷൻ എന്ന് കൂടി അറിയപ്പെടുന്നത്. A machine passes the blood through a tube and it എന്നാണ് കേട്ടോ, അവിടെ A അല്ല it ആണ്. ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടില്ലേ, അതൊന്ന് ശരിയാക്കി കേട്ടോ, കറക്റ്റ് ചെയ്തേക്കാം. ഇറ്റ് ഫിൽറ്റേഴ്സ് ദെൻ എലിമിനേറ്റ് വേസ്റ്റ് പ്രൊഡക്ട്സ് ആൻഡ് വാട്ടർ. മറ്റ് ഡയാലിസിസ് പ്രൊസീജിയർ പോലെ തന്നെ ഒരു എന്താണ് ട്യൂബ് വഴി നമ്മുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് എടുക്കുകയും അതിനുശേഷം എന്ത് ചെയ്യുന്നത് മെഷീനിലൂടെ പാസ് ചെയ്തിട്ട് തിരിച്ചെന്ത് ചെയ്യുന്നു, അതിനെ ഫിൽറ്റർ ചെയ്ത് ബ്ലഡിൽ നിന്നുള്ള വേസ്റ്റിനെയും എക്സ്ട്രാ ഫ്ലൂയിഡിനെ വാട്ടറിനെ ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷം തിരിച്ച് പ്യൂരിഫൈഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, തിരിച്ച് ആ ഒരു പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് തന്നെ കയറ്റും. ദ ബ്ലഡ് ഈസ് റിട്ടേൺ ടു ദ ബോഡി. ആ ബ്ലഡ് എന്ത് ചെയ്യുന്നു, ബോഡിയിലേക്ക് തന്നെ റിട്ടേൺ ചെയ്തു ടുഗദർ വിത്ത് ദ റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ്. ഈ റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് നമ്മളെ ബ്ലഡ് ഫിൽറ്റർ ചെയ്യാനായിട്ട് സഹായിക്കുന്ന അല്ലെങ്കിൽ ബ്ലഡിനെ കുറച്ചും കൂടി ഡൈല്യൂട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഫ്ലൂയിഡ് ആണ്, ഫിൽറ്റർ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഫ്ലൂയിഡ് ആണ്. അപ്പൊ തിരിച്ച്
തിരിച്ച് ആ ഒരു ഫ്ലൂയിഡില് മിക്സ് ചെയ്തിട്ടായിരിക്കും ആ ഒരു ഫിൽട്രേഷൻ നടക്കുക. അതിനുശേഷം പ്യൂരിഫൈഡ് ആയി വരുമ്പോഴും അതിലും കുറച്ച് ആ ഒരു റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡിന്റെ ആ ഒരു ഭാഗം ഉണ്ടാവും. അപ്പൊ ആ ബ്ലഡും ആ പ്യൂരിഫൈഡ് ആയിട്ടുള്ള ബ്ലഡും ആ റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡും ഉൾപ്പെടുന്ന ആ ഒരു ബ്ലഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബോഡിയിലേക്ക് തിരിച്ച് എന്ത് ചെയ്യുന്നു, അവരുടെ ബോഡിയിലേക്ക് കയറ്റി വിടുകയാണ്. ദിസ് പ്രൊസീജിയർ ഈസ് ഡിസ്ചാർജ് 12 to 24 hours a day നോർമലി എവരി ഡേ. ഈ ഒരു പ്രൊസീജിയറിന് കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രൊസീജിയർ ആണ്. 12 മുതൽ 24 മണിക്കൂർ വരെ ഒരു ദിവസത്തിൽ ചിലപ്പോൾ 12 മുതൽ 24 മണിക്കൂർ വരെ ഈ ഒരു പ്രൊസീജിയർ ചെയ്യേണ്ടതായിട്ട് വരും നോർമലി എവരി ഡേ. ചിലപ്പോ എന്താണ് നോർമൽ ആയിട്ട് എല്ലാ ദിവസവും അല്ലെ, ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറല്ലേ നമ്മുടെ മുമ്പിൽ, ആ ഒരു ദിവസം തന്നെ ചിലപ്പോ ഫുള്ളായിട്ട് ഈ ഒരു പ്രൊസീജിയർ ചെയ്യേണ്ടി വരും. ഈ ഒരു കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്ന് പറയുന്നത് ഒരു നൂതനമായിട്ടുള്ള ഒരു ഡയാലിസിസ് പ്രൊസീജിയർ ആണ്. അപ്പൊ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അക്യൂട്ട് റീനൽ ഫെയിലിയർ ഉള്ളവരുടെ പഠിച്ചില്ലേ, എന്തായിരുന്നു അക്യൂട്ട് റീനൽ ഫെയിലിയർ ഉള്ളവര്, എങ്ങനെയുള്ളവരായിരുന്നു, അല്ലെങ്കിൽ അക്യൂട്ട് റീനൽ കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്നത് എങ്ങനെയുള്ള പേഷ്യൻസ് ആണ്, അവർക്ക് എങ്ങനെയാണ് കിഡ്നി ഫെയിലിയർ ഉണ്ടാവുന്നത്, അക്യൂട്ട് ആയിട്ടുള്ളവര്? ഒന്ന് പറഞ്ഞേ, അക്യൂട്ട് ആയിട്ടുള്ളവര്. വെരി ഗുഡ്, സഡൻ ആണ് അല്ലെ, പെട്ടെന്ന് ഉണ്ടാവുന്ന റീനൽ ഫെയിലിയർ അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ ഉള്ളവരാണ്. അപ്പൊ അവർക്ക് എന്താണ്, ഇപ്പൊ എന്തെങ്കിലും എന്താണ് ഇപ്പൊ എലിപ്പനിയോ ഡെങ്കിപ്പനിയോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കോ അങ്ങനെ എന്തെങ്കിലും ഹൃദയ സംബന്ധമായിട്ടൊരു രോഗങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസോ ഒക്കെ വരുന്നതിന്റെ ഭാഗമായിട്ട് അവരെന്താണ് പെട്ടെന്ന് അവർക്ക് എന്ത് ചെയ്യുന്നു, അവരുടെ കിഡ്നി ഫങ്ഷൻസ് സ്തംഭിച്ചു പോകുന്നു അല്ലെങ്കിൽ നിലച്ചു പോകുന്നു, സ്റ്റോപ്പ് ചെയ്തു പോകുന്ന ആ ഒരു അവസ്ഥയാണ് അക്യൂട്ട് കിഡ്നി ഫെയിലിയർ ഉള്ള ആളുകൾക്ക്. അപ്പൊ ആ സെയിം തന്നെയാണ് ഈ CRRT നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെയുള്ള പേഷ്യൻസിന്, അക്യൂട്ട് ആയിട്ടുള്ള കിഡ്നി ഫെയിലിയർ സംഭവിച്ചിട്ടുള്ള പേഷ്യൻസിനാണ് നമ്മൾ CRRT കൊടുക്കുന്നത്. അല്ലാതെ നിരന്തരമായിട്ട് ആ ഒരു എന്താണ് കിഡ്നി ഫെയിലിയർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്കല്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഈ CRRT നമ്മൾ ഓൾറെഡി പറഞ്ഞു ICUവിലുള്ള പേഷ്യൻസ് ആണെന്ന് പറഞ്ഞു അല്ലെ. അതായത് ആ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഓൾറെഡി മറ്റു രോഗങ്ങളായിട്ട് അഡ്മിറ്റ് ചെയ്തവരായിരിക്കും. ആ പേഷ്യൻസ് മറ്റു രോഗങ്ങളായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തവരായിരിക്കും. അവർക്ക് അവരുടെ രോഗത്തിന്റെ ഭാഗമായിട്ടായിരിക്കും ഈ ഒരു കിഡ്നി ഫെയിലിയർ ഉണ്ടായിരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ആ അവരുടെ മറ്റൊരു രോഗത്തിന്റെ ഭാഗമായിട്ടായിരിക്കും ഈ ഒരു കിഡ്നി ഫെയിലിയർ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അവരെങ്ങനെയാണ്, വളരെയധികം സിവിയർ ആയിട്ടുള്ള കിഡ്നി ഫെയിലിയർ വന്നിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെയുണ്ടായത്, പെട്ടെന്ന് ഉണ്ടായതാണ്. അല്ലാതെ അവർ അതിന് വേണ്ടി ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ മുമ്പ് ഡയാലിസിസ് ചെയ്തുകൊണ്ട് തുടരുന്നവരോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റുകൾ നടത്തുന്നവരോ അല്ല കിഡ്നിയുമായി ബന്ധപ്പെട്ട്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ അവർ ഓൾറെഡി മറ്റെന്തെങ്കിലും ഒരു രോഗവുമായിട്ട് സിവിയർ ആയിട്ടുള്ള കേസിൽ വന്നവരായിരിക്കാം. അപ്പൊ അവരുടെ കണ്ടീഷൻ എങ്ങനെയായിരിക്കും, വളരെ വീക്ക് ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ വീക്ക് ആയിരിക്കും ഒരാൾക്ക് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഹീമോ ഡയാലിസിസ് ആയാലും പെരിറ്റോണിയൽ ഡയാലിസിസ് ആണെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഹീമോ ഡയാലിസിസിനും പെരിറ്റോണിയൽ ഡയാലിസിസും വളരെ കുറച്ച് സമയം എടുത്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഡയാലിസിസ് ചെയ്യുന്നത്. ഒത്തിരി കുറേ അധികം മണിക്കൂറുകളോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല. കുറച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് ആ ഒരു പ്രൊസീജിയേഴ്സ് ചെയ്യുന്നുണ്ട്. മാക്സിമം ഒരു 3-4 മണിക്കൂറൊക്കെ എടുക്കുള്ളൂ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് എടുക്കുമ്പോഴും തിരിച്ചു കയറ്റുന്നതും എന്തായിരിക്കും, ഹൈ ഫ്ലോയിലായിരിക്കും ബ്ലഡ് എടുക്കുന്നതും അതുപോലെ തന്നെ തിരിച്ചു കയറ്റുന്നതും. അപ്പൊ ആ ഹൈ ഫ്ലോയിൽ അങ്ങനെ ബ്ലഡ് എടുക്കുന്നതും തിരിച്ചു കയറ്റുന്ന ആ ഒരു പ്രൊസീജിയർ നമുക്ക് ഇങ്ങനെയുള്ള സിവിയർ ആയിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പേഷ്യന്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, പെട്ടെന്ന് അവരുടെ ബോഡിയിൽ ഇത്രയും വീക്ക് ആയിട്ടിരിക്കുന്ന ഒരാളുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് ആ ഹൈ ആയിട്ടുള്ള പ്രഷറിൽ ബ്ലഡ് എടുക്കുകയും അത് ഫിൽറ്റർ ചെയ്ത് തിരിച്ചു കയറ്റുന്ന ആ ഒരു ബാലൻസ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ആ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബോഡിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്, ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ പ്രഷർ എന്ത് ചെയ്യാം, ഇവർക്ക് വളരെ പെട്ടെന്ന് തന്നെ കുറഞ്ഞു പോകാനായിട്ടുള്ള ഒരു ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് പകരമായിട്ട് നമ്മൾ ഒരു ഡയാലിസിസ്, പുതിയ ഒരു ഡയാലിസിസ് ടെക്നിക്കാണ് കൊണ്ടുവന്നത്, CRRT കൊണ്ടുവന്നു. അപ്പൊ ഈ CRRTയിലും സെയിം പ്രൊസീജിയേഴ്സ് ഒക്കെ തന്നെയാണ് ചെയ്തത്. പക്ഷെ അവിടെ ബ്ലഡ് എടുക്കുന്നതിന് ആ ബ്ലഡ് ഫ്ലോയിന്റെ അളവെന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും, വളരെ സ്ലോ ആയിട്ടായിരിക്കും അവരുടെ ആ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് തിരിച്ചു കയറ്റുന്നത്. അതുകൊണ്ടാണ് അവിടെ 12 മുതൽ 24 മണിക്കൂർ വരെയെങ്കിലും ആ ഒരു പ്രോസസ്സ് എടുക്കുക, സമയം എടുക്കുന്നത് എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പൊ അത് CRRT പേഷ്യൻസ് എന്ന് പറയുന്നത് ICUവില് സിവിയർ ആയിട്ടുള്ള കിഡ്നി ഫെയിലിയർ വന്നവരാണ്. അപ്പൊ അവർക്കെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, മറ്റെന്തെങ്കിലും രോഗത്തിന്റെ ഭാഗമായിട്ടായിരിക്കും അവരുടെ ആ ഒരു പെട്ടെന്നായിരിക്കും അവരുടെ ആ ഒരു കിഡ്നി ഫങ്ഷൻസ് നിലച്ചു പോയിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് എല്ലാ രീതിയിലും അവരെങ്ങനെയാണ്, വളരെയധികം വീക്കാണ്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് പെട്ടെന്നുള്ള ആ ഒരു ബ്ലഡിന്റെ കൈമാറ്റം ചെയ്ത് അതൊരു ഫിൽറ്റർ ചെയ്ത് തിരിച്ചു കയറ്റുമ്പോൾ എന്ന് പറഞ്ഞാൽ അവരുടെ ബ്ലഡ് പ്രഷർ ഒക്കെ വളരെയധികം കുറഞ്ഞു പോകാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് പിന്നെയും മോർ കോംപ്ലിക്കേഷൻസ് ആവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെയധികം സമയമെടുത്ത് 12 മുതൽ 24 മണിക്കൂർ വരെ
അത്രയും സമയം എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ CRRT വഴി അവരുടെ ആ ഒരു ബ്ലഡ് എന്ത് ചെയ്യുന്നു, പ്യൂരിഫൈ ചെയ്ത് തിരിച്ച് അവരുടെ ബോഡിയിലേക്ക് കയറ്റുന്നു. അപ്പൊ എന്താണ് പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ബോഡി ബാലൻസ് നമുക്ക് ആ ഒരു വളരെ സ്ലോ ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ബാലൻസ് നിലനിർത്താനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് CRRT കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നത് കേട്ടോ. അപ്പൊ 3 ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് നമ്മൾ പറഞ്ഞത്. ഹീമോ ഡയാലിസിസ്, രണ്ടാമത്തത് എന്താ പറഞ്ഞത്, പെരിറ്റോണിയൽ ഡയാലിസിസ് പറഞ്ഞു, തേർഡ് വൺ ആണ് കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. 3 ടൈപ്പ് ക്ലിയർ ആയോ? 3 ടൈപ്പ് ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ആണ് അഡ്വാൻറ്റേജ് ഓർ ബെനിഫിറ്റ്സ്. ഇനി നമ്മുടെ ദിസ് ഫോളോയിങ് സ്റ്റെപ്സ് can help increase the effectiveness of your dialysis treatment. അപ്പൊ നമ്മൾ ഏതൊരു ട്രീറ്റ്മെന്റ്, നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ പോയി നമുക്ക് എന്തെങ്കിലും ഒരു രോഗമായിട്ട് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടേഴ്സ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും അല്ലെ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താൽ മാത്രമേ ആ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നത് കൊണ്ട് നമുക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെയും ഡയാലിസിസ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ ആ പേഷ്യൻസ് എന്ത് ചെയ്യണം, ഡോക്ടേഴ്സ് പറയുന്ന അതുപോലെ ആ ഒരു ടീം പറയുന്ന കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ ആ ഒരു ഡയാലിസിസ് എന്ന് പറയുന്ന ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്ന ഫലം അവർക്ക് എന്ത് ചെയ്യാം, ഫലപ്രാപ്തി കൂട്ടാനായിട്ട് അവർക്ക് പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, ഇപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിച്ചു, കുറച്ച് കാര്യങ്ങളൊന്നും അവർ ചെയ്തില്ല എന്നുണ്ടെങ്കിലോ ആ ഒരു ഡയാലിസിസ് ചെയ്യുന്ന ആ ഒരു ട്രീറ്റ്മെന്റ് ഫുൾ ആയിട്ട് അവർക്ക് അതിന്റെ ഒരു എഫക്ട് അവർക്ക് കിട്ടുമോ? ഇല്ല. അപ്പൊ കുറച്ച് കാര്യങ്ങൾ അവർ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്, പേഷ്യൻസ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് അതെന്നാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, complete the treatment as per to the recommended schedule. അപ്പൊ ഈ റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നൽകുന്നത് പ്രധാനമായിട്ടും ആരാണ്? ഡോക്ടേഴ്സ് ആണ് അല്ലെ. ഡോക്ടേഴ്സ് ഈ പേഷ്യൻസിനെ കൺസൾട്ട് ചെയ്ത് അവരുടെ ആ ഒരു രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് അവർക്ക് കുറേയധികം റെക്കമെൻഡഡ് ഷെഡ്യൂളുകൾ അല്ലെങ്കിൽ കുറേയധികം നിർദ്ദേശങ്ങളൊക്കെ നൽകും. ആ ഒരു ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ഇത്ര നാൾ ആ ഒരു ട്രീറ്റ്മെന്റ് തുടരണം, അതുപോലെ തന്നെ ഇത്ര പ്രാവശ്യം ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ആ ഒരു ഡോക്ടർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടാവും. ആ കറക്റ്റ് ആയിട്ടുള്ള ഷെഡ്യൂളിനനുസരിച്ച് എന്ത് ചെയ്യണം, ട്രീറ്റ്മെന്റുകൾ കംപ്ലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ പൂർത്തിയാക്കിയിരിക്കണം. ഇപ്പൊ 5 പ്രാവശ്യം ഒരു ആള് അല്ലെങ്കിൽ ഇപ്പൊ ഒരാഴ്ചയിൽ ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യേണ്ട ഒരാളാണെന്നുണ്ടെങ്കിൽ ആൾ ഒരു പ്രാവശ്യം കൊണ്ട് അത് അവിടെ നിർത്തി കഴിഞ്ഞാൽ അയാൾക്ക് ആ ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ എഫക്ട് കിട്ടുമോ? പൂർണ്ണമായിട്ട് അത് അവരുടെ ബോഡിയിലേക്ക് എന്താണ് അതിന്റെ ആ ഒരു ഫലപ്രാപ്തി കിട്ടുമോ? ഇല്ല. 3 പ്രാവശ്യം ചെയ്യേണ്ടതാണെങ്കിൽ 3 പ്രാവശ്യം തന്നെ ചെയ്തിരിക്കണം. അതുപോലെ 5 പ്രാവശ്യമാണ് പറഞ്ഞിരിക്കുന്നത്, കറക്റ്റ് ആയിട്ട് 5 പ്രാവശ്യം ചെയ്താൽ അതിന്റെ എഫക്ട് നമുക്ക് കിട്ടുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ഡോക്ടർ പറയുന്ന ആ ഒരു റെക്കമെൻഡഡ് ആയിട്ടുള്ള ഷെഡ്യൂള്, എത്ര പ്രാവശ്യം ചെയ്യണം, എത്ര സമയം ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ടാവും. ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ട് പൂർത്തിയാക്കിയിരിക്കണം. ഫസ്റ്റ് പോയിന്റ് അതാണ്. രണ്ടാമത്തേത് എന്താ, അബൌട്ട് കസ്റ്റമൈസ്ഡ് ഈറ്റിംഗ് പ്ലാൻ റെക്കമെൻഡഡ് ബൈ ഡയറ്റീഷ്യൻ അല്ലെ. ഇപ്പൊ നമുക്കറിയാം ഡയറ്റീഷ്യൻസ് അല്ലെങ്കിൽ ഡയറ്ററി സർവീസ് നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞതാണ്, ഓരോ പേഷ്യൻസിന്റെയും രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡയറ്റ് പ്ലാനുകൾ പ്രിപ്പയർ ചെയ്ത് നൽകുന്നുണ്ട് ആ ഡയറ്റീഷ്യൻസ്. അപ്പൊ ഇവിടെ കിഡ്നി ഫെയിലിയറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചല്ലോ, ഡയറ്റുകൾ പഠിച്ചപ്പോ എക്സാമ്പിൾ പഠിച്ചില്ലേ, കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ് ഫോളോ ചെയ്യേണ്ട ഡയറ്റ് ഏതാണ്? ഏത് ഡയറ്റാ ഫോളോ ചെയ്യണ്ടേ? യെസ്, വെരി ഗുഡ്. റീനൽ ഡയറ്റ് ആണ് അല്ലെ. റീനൽ ഡയറ്റ് അല്ലെങ്കിൽ കിഡ്നി ഡയറ്റ് ആണ് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവിടെ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ് എന്ത് ചെയ്യണം, അവർക്ക് അവരുടേതായ പ്രോബ്ലം അനുസരിച്ചുള്ള ഡയറ്റുകൾ ഡയറ്റീഷ്യൻസ് പ്രിപ്പയർ ചെയ്ത് പ്ലാൻ ചെയ്ത് നൽകിയിട്ടുണ്ടാവും. ആ ഒരു ഈറ്റിംഗ് പ്ലാൻ അല്ലെങ്കിൽ ആ ഒരു ഡയറ്റ് ഫോളോ ചെയ്തുകൊണ്ട്, അതാണ് അബേഡ് എന്ന് പറഞ്ഞാൽ പാലിക്കുക അല്ലെങ്കിൽ അനുസരിക്കുക എന്നുള്ളതാണ്. ആ ഒരു ഈറ്റിംഗ് പ്ലാൻ ഡയറ്റീഷ്യൻസ് ഏത് പ്ലാൻ ആണോ അവർക്ക് നൽകുന്നത്, ആ ഒരു ഈറ്റിംഗ് പ്ലാൻ കറക്റ്റ് ആയിട്ട് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ അവർക്ക് അതിനനുസരിച്ചുള്ള ബെറ്റർ റിസൾട്ടുകൾ കിട്ടുള്ളൂ. മൂന്നാമത്തെ നോക്കി, ഗെറ്റ് ആസ് മച്ച് ഫിസിക്കൽ ആക്ടിവിറ്റി ആസ് പോസിബിൾ ടു ഇംപ്രൂവ് യുവർ സ്ട്രെങ്ത് ആൻഡ് ഹാർട്ട് ഹെൽത്ത്. അതുപോലെ തന്നെ എന്താണ്, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുക ആസ് പോസിബിൾ. അതായത് ഓരോ പേഷ്യൻസിനും വയ്യ, തീരെ സിവിയർ ആയിട്ടിരിക്കുന്ന പേഷ്യൻസിന് ചെയ്യുന്ന കാര്യമല്ലാട്ടോ പറഞ്ഞ്. അപ്പൊ എന്താ, അവർക്ക് സാധ്യമായിട്ടുള്ളത്, ഇപ്പൊ ഓരോ പേഷ്യൻസിനും അവരുടെ ആ ഒരു ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടല്ലോ, അതിനനുസരിച്ച് അവർക്ക് സാധ്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന മാത്രം ചെയ്യാൻ സാധ്യമായിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് വഴി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ആ ഒരു സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹാർട്ടിന്റെ ഹെൽത്ത് അല്ലെ, നമ്മുടെ ഹൃദയ ആരോഗ്യത്തിന് അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനെ സഹായിക്കാനായിട്ടും അതുപോലെ അവരുടെ ബോഡിയുടെ സ്ട്രെങ്ത് കൂട്ടാനായിട്ടും ഒക്കെ എന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള
രീതിയിലുള്ള സാധ്യമായിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് വഴി സാധിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ് നോക്കി, കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഡയാലിസിസ് പ്രൊവൈഡർ ആൻഡ് ഫാർമസിസ്റ്റ് അബൌട്ട് എനി മെഡിക്കേഷൻസ്, സപ്ലിമെന്റ്സ് ഓഫ് ഹെർബൽ പ്രൊഡക്ട്സ് യു ആർ ടേക്കിംഗ് ഓഫ് ഓർ കൺസിഡറിംഗ് സ്റ്റാർട്ടിംഗ്. അതുപോലെ എന്താ, ഇപ്പൊ ഡയാലിസിസ് പ്രൊവൈഡേഴ്സ്, നമുക്ക് ഡയാലിസിസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ആളുകളാണ് ഡയാലിസിസ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്. അവരോട്, അതുപോലെ തന്നെ ഫാർമസിസ്റ്റുകൾ, നമ്മുടെ മെഡിസിൻസ് ഒക്കെ തരുന്ന ഫാർമസിസ്റ്റുകൾ, അവരോടും എന്ത് ചെയ്യണം, ഒരു കമ്മ്യൂണിക്കേഷൻ വെക്കണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ഇപ്പൊ ഡോക്ടേഴ്സ് കുറെ മെഡിസിൻസ് നമുക്ക് തരുന്നുണ്ട്. ആ മെഡിസിൻസ് എങ്ങനെയാണ് കഴിക്കേണ്ടത്, ഇപ്പൊ നമ്മൾ ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് എത്ര സമയം, എത്ര ദിവസം, എങ്ങനെയാണ് കഴിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് അവരുമായിട്ട് സംസാരിക്കാം. അല്ലെങ്കിൽ മറ്റെന്താണ് പറയുന്നത്, ഇപ്പോ സപ്ലിമെന്റ് ഓഫ് ഹെർബൽ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലാന്റ്സ് കൊണ്ടുണ്ടാക്കുന്ന മെഡിസിൻസ് ആണ് അല്ലെ, ഹെർബൽ പ്രൊഡക്റ്റുകൾ പ്ലാന്റ്സ് കൊണ്ടുണ്ടാക്കുന്ന പ്രൊഡക്ട്സ് ആണ്. അപ്പൊ അങ്ങനെയുള്ള പ്രൊഡക്ട്സ് ഒക്കെ ഇപ്പൊ നമുക്ക് പുതിയതായിട്ട് നമ്മൾ ആ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വഴി നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടും, അല്ലെങ്കിൽ അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ആ ഒരു മെഡിസിൻസ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആരോട് ചോദിക്കാൻ പറ്റും, കമ്മ്യൂണിക്കേഷൻ വെക്കാൻ പറ്റും. ആ ഡയാലിസിസ് പ്രൊവൈഡേഴ്സിനോടും അതുപോലെ തന്നെ ഫാർമസിസ്റ്റിനോടും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, ടോക്ക് വിത്ത് ഡയാലിസിസ് ടീം അബൌട്ട് എനി ആൻസൈറ്റി ഓർ സൈഡ് എഫക്ട്സ് ദാറ്റ് യു മേ ഹാവ് ഇല്ലേ. അപ്പൊ അതുപോലെ തന്നെ എന്താണ്, ഇപ്പൊ ഡയാലിസിസ് ടീം, ആ ഡയാലിസിസ് ചെയ്യുന്ന ആ ഡോക്ടേഴ്സ് ഉൾപ്പെടുന്ന ഒരു ടീമായിട്ടാണ് അല്ലെ, അവർ കുറെ വർഷങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കും. അപ്പൊ അവരോട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സംസാരിക്കാം. എന്തിനെ പറ്റിയാണ്, നമ്മുടെ ആൻസൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠയെ പറ്റി. നമുക്ക് പറയാം, പുതിയതായിട്ട് ഡയാലിസിസ് ചെയ്യാൻ വരുന്ന ഒരു പേഷ്യന്റ് ഭയങ്കര ടെൻഷൻ ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വല്ല സൈഡ് എഫക്ട്സ് ഉണ്ടാവുകയോ, അല്ലെങ്കിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് അതിന്റെ സൈഡ് എഫക്റ്റ് ആണോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഒരാളുടെ എക്സ്പേർട്ടിന്റെ സഹായം വേണം അല്ലെ. അപ്പോ നമ്മുടെ എന്തൊക്കെ ആൻസൈറ്റി നമുക്കുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ ടെൻഷൻസ് ആണ് നമുക്കുള്ളത് ഈ ഒരു ഡയാലിസിസുമായി ബന്ധപ്പെട്ട്, അതുപോലെ എന്തൊക്കെ സൈഡ് എഫക്ട്സുകൾ ഉണ്ടാവുന്നുണ്ട്, ഇനി ആ ഒരു പേഷ്യന്റ് എന്തെങ്കിലും സൈഡ് എഫക്റ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ആ ഡയാലിസിസ് ടീമുമായിട്ട് എന്ത് ചെയ്യാം, സംസാരിക്കണം. അപ്പൊ ഇത്രയും പോയിന്റ്സ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാതില്ലെങ്കിൽ നമുക്ക് ആ ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ഫലപ്രാപ്തി അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള എഫക്റ്റ് ആ ഒരു പേഷ്യന്റിന് കൂടുതൽ കിട്ടാനായിട്ട് സാധിക്കും. എന്തൊക്കെ പോയിന്റ്സ് ആയിരുന്നു, കംപ്ലീറ്റ് ദ ട്രീറ്റ്മെന്റ് അല്ലെ, അതായത് ഡോക്ടറിന്റെ റെക്കമെൻഡേഷൻ ഷെഡ്യൂൾ അനുസരിച്ച് എങ്ങനെയാണ് ആ ട്രീറ്റ്മെന്റ് കൊണ്ടുപോകേണ്ടത് അതിനനുസരിച്ച് ആ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യണം. ആ പേഷ്യന്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. രണ്ടാമത്തേത് എന്താ, ഡയറ്റീഷ്യൻസ് കൊടുക്കുന്ന ആ ഡയറ്റ് പ്ലാനുകൾ അനുസരിച്ച് എന്ത് ചെയ്യണം, ആ ഈറ്റിംഗ് പ്ലാനുകൾ എങ്ങനെയാണോ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, ഡയറ്റ് പ്ലാനുകൾ അനുസരിച്ച് അവർ ആ ഒരു ഭക്ഷണക്രമം നിയന്ത്രിച്ച് കൊണ്ടുപോകുക. മൂന്നാമത്തത് എന്താ പറയുന്നത്, അവർക്ക് എത്രത്തോളം ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ സാധിക്കുമോ ആ സാധിക്കുന്ന രീതിയിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് വഴി അവരുടെ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാൻ, അതുപോലെ തന്നെ ഹാർട്ടിന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനൊക്കെ സഹായിക്കുന്നു. നെക്സ്റ്റ് എന്താ പറയുന്നത്, ഡയാലിസിസ് പ്രൊവൈഡേഴ്സ് അതുപോലെ തന്നെ ഫാർമസിസ്റ്റുകളുമായിട്ടൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ വെക്കണം. എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ്, നമുക്ക് തരുന്ന മെഡിസിൻസ് അല്ലെങ്കിൽ മെഡിക്കേഷൻസ് എന്തൊക്കെയാണ് മെഡിസിൻസ് നമുക്ക് തന്നിരിക്കുന്നത്, അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അത് എങ്ങനെയാണ് കഴിക്കേണ്ടത്, അത് എത്ര ടൈം ഏതൊക്കെ സമയത്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. അതുപോലെ തന്നെ ഹെർബൽ പ്രൊഡക്ട്സ് എന്തെങ്കിലും ഇതിലുണ്ടോ, അതുപോലെ പുതിയതായിട്ട് നമ്മൾ എന്തെങ്കിലും മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങളെ കുറിച്ചും എല്ലാം നമുക്ക് ആ ഒരു ഡയാലിസിസ് പ്രൊവൈഡറിനോടും ഫാർമസിസ്റ്റിനോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് എന്താ പറഞ്ഞത്, ഡയാലിസിസ് ടീമുമായിട്ട് എന്ത് ചെയ്യുന്നു, സംസാരിക്കണം. നമ്മൾ ആ ഒരു പേഷ്യന്റിന് എന്തെങ്കിലും ആൻസൈറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഡയാലിസിസുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളോ അല്ലെങ്കിൽ എന്തൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ടാവുന്നുണ്ടെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ഡയാലിസിസ് ടീമുമായിട്ട് സംസാരിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് വഴി ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ എഫക്റ്റീവ്നെസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ആണ് ആഫ്റ്റർ എഫക്ട്സ്. എല്ലാ ട്രീറ്റ്മെന്റുകൾക്കും പ്രധാനമായിട്ട് ഒരു സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകുന്നുണ്ട് അല്ലെ. എല്ലാ പേഷ്യൻസിനും ഉണ്ടാവണമെന്നില്ല, എന്നാൽ ചിലർക്ക് സൈഡ് എഫക്റ്റുകൾ ആ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഈ ഡയാലിസിസിന്റെ ഭാഗമായിട്ട് ചില സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവുന്നുണ്ട്. ബോത്ത് കൈൻഡ്സ് ഓഫ് ഡയാലിസിസ് കം വിത്ത് സൈഡ് എഫക്ട്സ്. അതായത് ഹീമോ ഡയാലിസിസിന് പ്രധാനമായിട്ടും മോസ്റ്റ് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. ഹീമോ ഡയാലിസിസിനാണെങ്കിലും പെരിറ്റോണിയൽ ഡയാലിസിസിനാണെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാകുന്നുണ്ട്. ഇറ്റ് ക്യാൻ ഓൾസോ ബി ഡിഫിക്കൽട്ട്
difficult to tell surely whether it is symptom is because of a dialysis or the kidney failure that is also affecting the body. എന്താണ് ഇവിടെ രണ്ട് തരത്തിൽ ഹീമോഡയാലിസിസിനാണെങ്കിലും പെരിറ്റോണിയൽ ഡയാലിസിസിനാണെങ്കിലും ഇവിടെ സൈഡ് എഫക്ട്സ് ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ഇത് ഡിഫിക്കൽട്ട് ആണ്. അതായത് ഇപ്പൊ ഇത് ഈ ഒരു സിംറ്റം, ആ ഒരു സൈഡ് എഫക്റ്റിന്റെ സിംറ്റം ഒരു പേഷ്യന്റിന് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഡയാലിസിസ് വഴി അതിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ടാണോ വരുന്നത്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കിഡ്നി ഫെയിലിയറിന്റെ ഭാഗമായിട്ട് വരുന്ന സിംറ്റം ആണോ എന്നുള്ള കാര്യങ്ങളൊന്നും ഡിഫിക്കൽട്ട് ആണ്. അതൊന്നും ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഷുവർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട്. ആൻഡ് സം ഓഫ് ദ മോസ്റ്റ് കോമൺ ആഫ്റ്റർ എഫക്ട് ദാറ്റ് പീപ്പിൾ ടെൽ ഓഫ്. അതുപോലെ തന്നെ ഇനി താഴെ കൊടുത്തിരിക്കുന്ന കുറച്ച് കോമൺ സൈഡ് എഫക്ട്സുകളാണ്. അതായത് ആ പേഷ്യൻസ് അനുഭവിച്ച് ഉണ്ടായിരിക്കുന്ന, എല്ലാവരുമല്ല, കുറച്ച് പേഷ്യൻസിന് കൂടുതലായിട്ട് കോമൺ ആയിട്ട് അവർ അനുഭവിച്ചിരിക്കുന്ന കുറച്ച് സൈഡ് എഫക്ട്സുകൾ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുറച്ച് ഉള്ളൂ, എല്ലാവരും പേഷ്യൻസിനും സെയിം ആയിരിക്കണം എന്നില്ല. ചിലർക്ക് ഇങ്ങനെയുള്ള സൈഡ് എഫക്ട് ഉണ്ടാവില്ല, ചിലർക്ക് എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കും ഇങ്ങനെയുള്ള സൈഡ് എഫക്ട്സ്. ചിലപ്പോൾ എല്ലാവർക്കും എല്ലാം ഉണ്ടാവണമെന്നില്ല കേട്ടോ. ഏതൊക്കെയാണ് പ്രധാനമായിട്ടും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നോക്കിയേ. HD അല്ലെങ്കിൽ ഹീമോഡയാലിസിസിൽ ഏതൊക്കെയാണ് സൈഡ് എഫക്ട്സുകളായിട്ട് വരുന്നത്? ഫസ്റ്റ് വൺ ആണ് സ്റ്റോപ്പേജ് ഇൻ യുവർ വാസ്കുലാർ അസസ് സൈറ്റ്. നമ്മുടെ വാസ്കുലാർ അസസ് സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പണിംഗ് ഇൻ ദ ബ്ലഡ് വെസൽസ് അല്ലെ. ബ്ലഡ് വെസൽസിലൂടെ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കുന്നു ഒരു മൈനർ സർജറീസിലൂടെ. അപ്പൊ ആ ഒരു ഓപ്പണിംഗ് എന്ന് പറയുന്നത് എന്താണ്? എൻട്രൻസ് പോയിന്റ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു എൻട്രൻസ് പോയിന്റ് അല്ലേ. അവിടെ നിന്നല്ലേ നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്തതും തിരിച്ച് ബ്ലഡ് ഫിൽട്ടർ ചെയ്തിട്ട് ബോഡിയിലേക്ക് കയറ്റുന്നത്. അതൊരു എൻട്രൻസ് പോയിന്റ് ആണ്. ആ ഒരു എൻട്രൻസ് പോയിന്റ് അല്ലെങ്കിൽ വാസ്കുലാർ അസസ് സൈറ്റിൽ എന്തെങ്കിലും സ്റ്റോപ്പേജ് അല്ലെങ്കിൽ തടസ്സം ഉണ്ടാകുന്ന അവസ്ഥ, അതാണ് സ്റ്റോപ്പേജ് എന്ന് പറയുന്നത് കേട്ടോ. തടസ്സം ഉണ്ടാകുന്ന അവസ്ഥ, അല്ലെങ്കിൽ എന്താണ്? ബ്ലഡ് കറക്റ്റ് ആയിട്ട് ഫ്ലോ ചെയ്ത് ഇങ്ങോട്ട് നമുക്ക് എടുക്കാനോ അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കുന്നത് ഫ്ലോ ചെയ്ത് പ്രോപ്പർ ആയിട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ ഒരു തടസ്സം അവിടെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. രണ്ടാമത്തത് മസ്കുലാർ സ്പാസം. എന്താണ് മസ്കുലാർ സ്പാസം? കേട്ടിട്ടുണ്ടോ നിങ്ങൾ? മസ്കുലാർ സ്പാസം കേട്ടിട്ടുണ്ടോ? മസ്കുലാർ സ്പാസം മസിൽസിൽ അല്ലെങ്കിൽ പേശിയിൽ ഉണ്ടാകുന്ന എന്താണ്? പേശിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗാവസ്ഥയാണ് പേശി രോഗാവസ്ഥ എന്നൊക്കെ പറയുന്നത്. അതായത് മസിൽസ് നമ്മുടെ എന്താണ് ആ ഒരു റീജിയനിലുള്ള ആ ഒരു ഭാഗത്തുള്ള മസിൽസ് എന്ത് ചെയ്യുന്നു? വലിഞ്ഞു മുറുകുന്ന അവസ്ഥയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാവുന്നുണ്ട്. അതെ, കോശി പിടിക്കൽ പോലെയുള്ള. അപ്പൊ മസിൽസ് ആ ഒരു പേഷ്യൻസിന് എന്തായിരിക്കും? അവരുടെ ആ ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഹീമോ ഡയാലിസിസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ മസിൽസ് എന്ത് ചെയ്യുന്നു? സ്ട്രെങ്തൻ ചെയ്തു പോകുന്നു, അല്ലെങ്കിൽ മസിൽസ് വലിഞ്ഞു കുറുക്കുന്ന ഒരവസ്ഥ, അതുപോലെ എന്താണ് കോശി പിടിക്കുന്ന അവസ്ഥ പോലെയൊക്കെയുള്ള മസ്കുലർ സ്പാസംസ് ഉണ്ടാവാറുണ്ട്. നെക്സ്റ്റ് ആണ് ഹൈപ്പോ ടെൻഷൻ ബ്ലഡ് പ്രഷർ. എന്താണ് ഹൈപ്പോ എന്ന് പറഞ്ഞാല്? ഹൈപ്പോ ആൻഡ് ഹൈപ്പർ തമ്മിലുള്ള വ്യത്യാസം എന്താ? ഹൈപ്പോ വെരി ഗുഡ്, ലോ ആണ് അല്ലെ. ഹൈപ്പർ എന്ന് പറയുമ്പോൾ എന്താണ്? കൂടുതലാണ്. അപ്പൊ ബ്ലഡ് പ്രഷർ കുറയുന്ന അവസ്ഥ ഉണ്ടാവുന്നുണ്ട്, അതാണ് ഹൈപ്പോ. ഹൈപ്പർ ആകുമ്പോൾ ബ്ലഡ് പ്രഷർ കൂടുന്ന അവസ്ഥയാണ് കേട്ടോ. അപ്പൊ ഹൈപ്പോ ടെൻഷൻ ബ്ലഡ് പ്രഷർ കുറഞ്ഞു, അല്ലെങ്കിൽ BP കുറഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതൊരു സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് എന്താ? വീക്ക്നെസ് അല്ലെ. നമുക്ക് ക്ഷീണം, ആ പേഷ്യൻസിന് വളരെ ഭയങ്കര ക്ഷീണം അനുഭവപ്പെടും. അതുപോലെ ഡിസിനസ് അല്ലെങ്കിൽ തലകറക്കം, ഡിസിനസ് ഉണ്ടാവാം, തലകറക്കം ഉണ്ടാവാറുണ്ട്. ഓർ നോസിയ എന്താ? ഓക്കാനം തോന്നാറുണ്ട്. ആൻഡ് ബ്ലഡ് ലോസ്. ചിലവർക്ക് എന്താണ്? ബ്ലഡ് ലോസ് അല്ലെങ്കിൽ രക്തം നഷ്ടപ്പെടാറുണ്ട് ആ ഒരു ഓപ്പണിംഗ് വഴി. അങ്ങനെയുള്ള കുറച്ച് സൈഡ് എഫക്റ്റുകളും ഈ ഒരു ഹീമോ ഡയാലിസിസ് ചെയ്യുന്നത് വഴി ഉണ്ടാകുന്നുണ്ട്. എന്തൊക്കെയായിരുന്നു? മേജർ ആയിട്ടുള്ള കുറച്ച് കോമൺ ആയിട്ടുള്ള സൈഡ് എഫക്റ്റുകളാണ് നമ്മൾ പറഞ്ഞത്. സ്റ്റോപ്പേജ് ഇൻ യുവർ വാസ്കുലാർ അസസ് സൈറ്റുകൾ അല്ലെ. നമ്മുടെ ആ ഒരു എൻട്രൻസ് പോയിന്റ് ഇല്ലേ, ആ ഒരു എൻട്രൻസ് പോയിന്റ് അല്ലെങ്കിൽ വാസ്കുലാർ അസസ് സൈറ്റുകൾ എന്തെങ്കിലും തടസ്സം അനുഭവപ്പെടാറുണ്ട്, അല്ലെങ്കിൽ തടസ്സങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ബ്ലഡ് ക്ലോട്ടുകളായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കാരണങ്ങളാവാം. നെക്സ്റ്റ് എന്താ? മസ്കുലാർ സ്പാസം അല്ലെങ്കിൽ മസിൽസ് അല്ലെങ്കിൽ പേശിയിലുള്ള എന്താണ്? പേശി വലിവുകളോ അല്ലെങ്കിൽ എന്താണ് പേശിയുമായി ബന്ധപ്പെട്ട രോഗാവസ്ഥകള്, മസിൽസ് ക്രാംസ് ഒക്കെ പോലെയുള്ള അല്ലെങ്കിൽ എന്താണ് കൊച്ചിപ്പിടുത്തം പോലെയുള്ള കാര്യങ്ങൾ ആ ഒരു പേഷ്യന്റിന് ഉണ്ടാവാറുണ്ട്. ദെൻ ഹൈപ്പോ ടെൻഷൻ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ എന്താണ്? ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ BP ലോ ആയിട്ട് അല്ലെങ്കിൽ കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. വീക്ക്നെസ് അല്ലെങ്കിൽ ക്ഷീണം ഉണ്ടാവുന്നുണ്ട്. ഡിസിനസ് തലകറക്കം ഉണ്ടാവാറുണ്ട്. നോസിയ എന്താണ്? ഓക്കാനം. അതുപോലെ തന്നെ ചിലവർക്ക് വോമിറ്റിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ദെൻ ബ്ലഡ് ലോസ്, ബ്ലഡ് നഷ്ടമാകുന്ന ഒരു അവസ്ഥയും വരാറുണ്ട്. അപ്പൊ ഇത്രയും കോമൺ ആയിട്ടുള്ള ഹീമോ ഡയാലിസിസ് ചെയ്യുന്നവർക്കുള്ള സൈഡ് എഫക്ട്സുകളാണ്. രണ്ടാമത്തതാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്നവർക്കുള്ള സൈഡ് എഫക്ട്സുകൾ. ഫസ്റ്റ് നോക്കിയേ, ഹെർണിയ കേട്ടിട്ടുണ്ടോ? ഹെർണിയ ഉണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ എന്താണ് ഹെർണിയ എന്ന് പറയുന്നത്? ഹെർണിയ എന്താണ്?
എന്താണ് ഹെർണിയ? എന്താ നിങ്ങൾ കേട്ടിട്ടിരിക്കുന്നത്? എന്താണ് ഹെർണിയ എന്ന് പറയുന്നത്? എന്ന് പറഞ്ഞു നോക്കിയേ ഹെർണിയയുടെ കാര്യം. ആർക്കും അറിയില്ല. ഹെർണിയ എന്ന് പറഞ്ഞാൽ എന്താണ്ട് വീക്ക്നെസ് ഇൻ യുവർ അബ്ഡോമൻ മസിൽ, അതായത് നമ്മുടെ വയറിന്റെ ഭാഗമില്ലേ, ആ വയറിന്റെ ഭാഗത്തുള്ള മസിൽസ് വീക്ക് ആവുക, അല്ലെങ്കിൽ മസിൽസിന്റെ ആ ഒരു ദൃഢത അല്ലെങ്കിൽ ബലം നഷ്ടപ്പെടുക, അത് വീക്കായിട്ട് എന്താണ് ദൃഢത നഷ്ടപ്പെടുന്നതാണ് ഹെർണിയക്ക് കാരണം. അപ്പൊ നമ്മുടെ എന്താ ഓഫൺ പ്രസന്റിങ് ആസ് എല്ലാം അതൊരു മുഴകൾ പോലെയോ അല്ലെങ്കിൽ സ്വളനായിട്ട് ഇപ്പൊ ഇൻഫ്ലമേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മുടെ വീർത്ത് വരില്ലേ? അതെ അതെ, ഇന്നർ പോർഷൻസ് പുറന്തള്ളി വരും. അതെ, ഇതിനെ കുടലിറക്കം എന്ന് കൂടി മലയാളത്തിൽ പറയാം കേട്ടോ. ഹെർണിയയുടെ കുടലിറക്കം എന്ന് കൂടി പറയും. അപ്പൊ പ്രധാനമായിട്ട് നമ്മുടെ അബ്ഡോമിനൽ ഏരിയയിൽ തന്നെ നമ്മുടെ വയറിന്റെ ആ ഒരു ഭാഗത്തെ മസിൽസ് അല്ലെങ്കിൽ പേശികളുടെ എന്തെങ്കിലും ദുർബലമാവുന്ന ഒരു അവസ്ഥയാണ് ഹെർണിയ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്താ മുഴകൾ പോലെയോ അല്ലെങ്കിൽ സ്വളൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് വരുമ്പോൾ വീർത്ത് വരുന്ന പോലെയല്ലേ, അങ്ങനെയുള്ള വീർത്ത് വരുന്ന പോലെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വയറിലുള്ള ആ ഒരു മസിൽസിന്റെ ദൃഢത കുറയും അല്ലെങ്കിൽ ബലം കുറയുന്നത് വഴി എന്താണ് ഉള്ളിലുള്ള ആന്തരിക അവയവങ്ങൾ എന്ത് ചെയ്യും, പുറത്തോട്ട് തള്ളി വരുന്നു. അപ്പൊ അതങ്ങനെ ഒരു ലംസ് പോലെ അല്ലെ, നമുക്കൊരു മുഴകൾ പോലെയോ അല്ലെങ്കിൽ സ്വളനായിട്ടുള്ള എന്തെങ്കിലും പോലെയൊക്കെ നമുക്ക് തോന്നാം. അപ്പൊ എന്താണ് പെട്ടെന്ന് കുനിഞ്ഞു നീർന്ന് അല്ലെങ്കിൽ ഭാരപ്പെട്ടുള്ള ജോലികൾ ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ മുഴകൾ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറ്. അപ്പൊ അതാണ് ഹെർണിയ എന്ന് പറയുന്നത്. അപ്പൊ ഹെർണിയ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, അതൊരു സൈഡ് എഫക്റ്റ് ആണ്. എന്തിന്റെയാണ്? പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിന് ചിലപ്പോൾ ഹെർണിയാസ് വരാറുണ്ട്. രണ്ടാമത്തതാണ് വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത്, നമ്മുടെ വെയിറ്റ് കൂടുന്നു, ആ പേഷ്യൻസിന്റെ വെയിറ്റ് കൂടുന്നതും മറ്റൊരു സൈഡ് എഫക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഈ പെരിറ്റോണിയൽ ഡയാലിസിസില് ഹെർണിയ വരാൻ എന്തായിരിക്കും അവർക്ക് ഒരു പ്രധാന കാരണമായിട്ട് വന്നത്? എന്തുകൊണ്ടാണ് ഹെർണിയ എന്ന് പറയുന്ന ഒരു സൈഡ് എഫക്റ്റ് വരാൻ കാരണം? പെരിറ്റോണിയൽ ഡയാലിസിസ് ഏത് ഭാഗത്ത് ചെയ്യുന്നത്? നമ്മള് ഏത് ഭാഗത്താണ് പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്നത്? അബ്ഡോമൻ. യെസ്, വെരി ഗുഡ്. അബ്ഡോമന്റെ ഭാഗത്താണ് അല്ലെ. അപ്പൊ അബ്ഡോമൻ ഭാഗത്ത് നമ്മൾ ഇങ്ങനെയുള്ള ഡയാലിസിസ് ചെയ്യുമ്പോൾ അതിനും ഉണ്ട് കുറച്ച് സൈഡ് എഫക്ട്സുകൾ അല്ലെ. ഏതൊരു ഡയാലിസിസ് ട്രീറ്റ്മെന്റിനും ഭാഗമായിട്ട് സൈഡ് എഫക്റ്റുകൾ ഉണ്ട്. അപ്പൊ അവിടെ അബ്ഡോമന്റെ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ ഒരു പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുമ്പോൾ ഹെർണിയ വരാനായിട്ട് ആ പേഷ്യൻസിന്, കാരണം അവിടുത്തെ ആ ഒരു നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ലൈനിങ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഫിൽറ്റർ ആൻഡ് ആക്ട് ചെയ്തിട്ട് നമ്മൾ അവിടെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടുത്തെ ആ ഒരു ബലം എന്ത് ചെയ്യുന്നു, കുറഞ്ഞു പോകാനുള്ള കുറഞ്ഞാനായിട്ടുള്ള ആ പേശികളുടെ ഒരു ബലം നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് ഹെർണിയ പോലെയുള്ള സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ഇത്രയും രണ്ട് ഹീമോഡയാലിസിസിന്റെയും പെരിറ്റോണിയൽ ഡയാലിസിസിന്റെയും കുറച്ച് സൈഡ് എഫക്ട്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഈവൻ ദോ ദീസ് ആഫ്റ്റർ എഫക്ട്സ് മേ സൗണ്ട് ടെറിഫൈങ് അല്ലെ. ഇപ്പൊ നമുക്കിങ്ങനെ ഈ ഇങ്ങനെ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നത്? കുറച്ച് പേടിപ്പെടുത്തുന്നതായിട്ട് തോന്നും അല്ലെ. അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നാറില്ലേ? They should be compared to the risk that arise from continuing to live with untreated kidney failure. എന്നാൽ നമ്മുടെ ഒരു അൺട്രീറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ വന്നിട്ട് അവർക്ക് ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കാതെ നടക്കുന്നവർ ഒത്തിരി വേദന സഹിക്കേണ്ടതായിട്ട് വരും അല്ലെ. ആ വേദനയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു എന്താണ് ഇങ്ങനെ ഒരു പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സൈഡ് എഫക്ട്സ് എന്താണ് വളരെ മിനിമൽ ആയിട്ട് നമുക്ക് തോന്നും അല്ലെ, വളരെ കുറവായിട്ട് തോന്നും. അതേസമയം എന്താണ് കിഡ്നി ഫെയിലിയർ ആയിട്ട് നടക്കുന്നവർക്കാണെങ്കിൽ അവര് ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാതെ അത് അനുഭവിക്കുന്നവർക്കാണെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അവരുടെ ആ ഒരു ലൈഫിൽ അവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ അവരെന്ത് ചെയ്യുന്നു, ഈ ഒരു സൈഡ് എഫക്ട് ഒക്കെ കേട്ടിട്ട് ഞാൻ ഇനി എന്താ ഹീമോഡയാലിസിസ് ഒന്നും ചെയ്യുന്നില്ല, എനിക്ക് ഇങ്ങനെ നടന്നാൽ മതി എന്ന് വിചാരിക്കുന്നവർക്ക് ഒത്തിരി വേദന അവരുടെ ആ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ ഒരു വേദന എന്താ ട്രീറ്റ്മെന്റ് എടുക്കാത്തത് കൊണ്ട് അവർ അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് പേടിപ്പെടുത്തുന്നതാണ്. പക്ഷെ എന്താണ്, ഇത് എല്ലാ പേഷ്യൻസിനും ഉണ്ടായിക്കൊള്ളണമെന്നില്ല അല്ലെ. നമ്മൾ ഓൾറെഡി പറഞ്ഞു സൈഡ് എഫക്ട്സ് എല്ലാവർക്കും സെയിം ആയിരിക്കില്ല, പലരിലും പല രീതിയിലായിരിക്കും സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ട് പേടിച്ചിരിക്കാതെ എന്ത് ചെയ്യണം, ആവശ്യമായിട്ടുള്ള പ്രോപ്പർ ട്രീറ്റ്മെന്റുകൾ എടുത്തുകൊണ്ട് എന്ത് ചെയ്യണം, അതിനുള്ള മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ടായിരിക്കണം മുന്നോട്ട് പോവേണ്ടത്. നെക്സ്റ്റ് ആണ് ഡയാലിസിസ് സെന്റർ. അപ്പൊ ആ HDയുടെയും BDയുടെയും നമ്മുടെ ആ ഒരു സിംറ്റംസ് അല്ലെങ്കിൽ കോമൺ ആയിട്ട് വരുന്ന ആഫ്റ്റർ എഫക്ട്സ് മനസ്സിലായോ? ക്ലിയർ ആയോ അത്? ഓക്കെ, നെക്സ്റ്റ് ഡയാലിസിസ് സെന്ററുകൾ. ഡയാലിസിസ് സെന്റേഴ്സ് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഡയാലിസിസ് സെന്റർ എന്താണെന്ന്? ഇറ്റ് ഈസ് എ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ദാറ്റ് ട്രീറ്റ്സ് ദ പേഷ്യൻസ് വിത്ത് റീനൽ ഫെയിലിയർ. എന്താണ് റീനൽ ഫെയിലിയർ? കിഡ്നി ബന്ധപ്പെട്ട അല്ലെ. കിഡ്നി ഫെയിലിയർ വന്ന പേഷ്യൻസിന്
ട്രീറ്റ് ചെയ്യുന്ന ഒരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെങ്കിൽ ഒരു ക്ലിനിക്സ് പോലെയുള്ള ഒരു സ്ഥാപനമാണ് ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ ഡയാലിസിസ് സെന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? റീനൽ ഫെയിലിയർ അനുഭവിക്കുന്ന പേഷ്യൻസിന് അല്ലെ, കിഡ്നി ഫെയിലിയർ അനുഭവിക്കുന്ന പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഒരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെങ്കിൽ ക്ലിനിക്കൽ സ്ഥാപനമായിട്ട് എന്ത് ആക്ട് ചെയ്യുന്നു? ഡയാലിസിസ് സെന്റേഴ്സ് ആക്ട് ചെയ്യുന്നു. സംടൈംസ് പേഷ്യൻസ് വിത്ത് നോർമൽ റീനൽ ഫങ്ഷൻസ് ഓൾസോ നീഡ് ഹീമോഡയാലിസിസ് ലൈക്ക് പേഷ്യൻസ് വിത്ത് സം പോയിസണിങ് അല്ലെ. നമ്മൾ ഓൾറെഡി പാമ്പ് കടി ഏറ്റാല്, സ്നേക്ക് ബൈറ്റ് ഏറ്റാല്, അതുപോലുള്ള പോയിസൺസ് ഒക്കെ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു നോർമൽ ആയിട്ട് റീനൽ ഫങ്ഷൻ അല്ലെങ്കിൽ നോർമൽ ആയിട്ട് കിഡ്നി ഫങ്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൂടി അങ്ങനെയുള്ള പോയിസൺസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ബോഡിയിൽ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താവും എന്ന് പറഞ്ഞു? സഡൻ ആയിട്ട് തന്നെ അവരുടെ ആ ഒരു കിഡ്നി ഫെയിലിയർ സംഭവിക്കാം. അപ്പൊ അങ്ങനെയുള്ള നോർമൽ ആയിട്ട് റീനൽ ഫങ്ഷൻസ് ഉള്ള പേഷ്യൻസിനാണെങ്കിൽ കൂടി ചില സമയങ്ങളിൽ ഇങ്ങനെയുള്ള ഹീമോഡയാലിസിസ് പോലെയുള്ള കാര്യങ്ങൾ ആവശ്യമുണ്ട് വന്നേക്കാം. ആൻഡ് ഡയാലിസിസ് സെന്റർ മേ ആക്ട് either or both inpatients and outpatients. ഈ ഒരു ഡയാലിസിസ് സെന്റർ ഇൻപേഷ്യൻസ് ആയിട്ടും ഔട്ട് പേഷ്യൻസിനായിട്ടും ഉള്ള ഒരു സെന്റർ തന്നെയാണ്. റിലേയിങ് ഓൺ ദ മെഡിക്കൽ ഫെസിലിറ്റി ടൈപ്പ്. എന്താണ് അവരുടെ ആ ഒരു മെഡിക്കൽ ഫെസിലിറ്റി അല്ലെങ്കിൽ ഏത് സൗകര്യമാണ് അവരവിടെ, ഏത് ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് ചില പേഷ്യൻസിന് എന്ത് ചെയ്യേണ്ടി വരാറുണ്ട്? അവിടെ താമസിച്ച് ആ ഒരു ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതായിട്ട് വരാറുണ്ട് അല്ലെ, ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അങ്ങനെയുള്ളവരാകുമ്പോൾ അവരെന്തായി? ഇൻപേഷ്യൻസ് ആയി. ഇനി ചിലവരെങ്ങനെയാണ്? വന്ന് അന്ന് ചിലപ്പോൾ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വരില്ല. അപ്പൊ അവരെങ്ങനെയാണ്? അവർക്ക് ഏത് ദിവസമാണോ വരേണ്ടത് അവർ അന്ന് വന്ന് അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്തതിനു ശേഷം അവർ തിരിച്ചു പോകും. അപ്പൊ അങ്ങനെയുള്ളവരാരായി? ഔട്ട് പേഷ്യൻസ് ആയി. അപ്പൊ ഇൻപേഷ്യൻസിനും ഔട്ട് പേഷ്യൻസിനും ഒരുപോലെ ഈ ഒരു ട്രീറ്റ്മെന്റ് ഈ ഒരു സെന്റർ എന്ത് ചെയ്യുന്നുണ്ട്? ഡയാലിസിസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരുടെ ആ ഒരു മെഡിക്കൽ കണ്ടീഷൻ എങ്ങനെയാണ്, ഏത് ഫെസിലിറ്റിയാണ് അവർ എടുക്കുന്നത് എന്നതിന്റെ ബേസിസിലാണ് അവർ ഇൻപേഷ്യന്റ് ആവുന്നോ അതോ ഔട്ട് പേഷ്യന്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. And may provide self-dialysis training and for peritoneal dialysis beside to hemodialysis. അപ്പൊ നമ്മളിപ്പോ ഓൾറെഡി ഹീമോഡയാലിസിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഹീമോഡയാലിസിസ് അവർക്ക് കൊടുക്കുന്നുണ്ട്, ഇൻപേഷ്യന്റ് ആയിട്ടും ഔട്ട് പേഷ്യന്റ് ആയിട്ടും കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ്ങുകൾ, അതുപോലെ തന്നെ അവർക്ക് സെൽഫ് ആയിട്ട് ആ ഡയാലിസിസ് ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരാൾക്ക് എങ്ങനെയാ അറിയാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ അവർക്ക് കൊടുക്കണം. പെരിറ്റോണിയൽ ഡയാലിസിസ് പോലുള്ള സെൽഫ് ഡയാലിസിസ് ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ്ങുകൾ ഓരോ പേഷ്യൻസിനും ഈ ഒരു ഡയാലിസിസ് സെന്റേഴ്സ് വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡയാലിസിസ് സെന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. അതായത് റീനൽ ഫെയിലിയർ സംഭവിച്ചിട്ടുള്ള പേഷ്യൻസിന് ട്രീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ക്ലിനിക്സ് അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണ് ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ എന്താണ്? നോർമൽ ആയിട്ടുള്ള റീനൽ ഫങ്ഷൻസ് ചെയ്തിരിക്കുന്ന ഒരാൾക്കാണെങ്കിലും ചില സമയങ്ങളിൽ ചില പോയിസൺസ് ഒക്കെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവരുടെ എന്താണ് കിഡ്നി ഫങ്ഷൻസ് സ്റ്റോപ്പ് ആയി പോവാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് ചില സന്ദർഭങ്ങളിൽ ഹീമോഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ഈ ഡയാലിസിസ് സെന്റർ എങ്ങനെയാണ്? ഇൻപേഷ്യന്റ് ആയിട്ടും ഔട്ട് പേഷ്യന്റ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. ഇൻപേഷ്യൻസ് ആണെങ്കിൽ എങ്ങനെയാ? അവരുടെ ഓരോ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ച് ആ ഡയാലിസിസ് ഏതാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനനുസരിച്ച് ചിലർക്ക് അവിടെ താമസിച്ചുകൊണ്ട് ആ ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. ചിലർക്കാണെങ്കിൽ ഔട്ട് പേഷ്യന്റ് പോലെ വന്ന് ഡയാലിസിസ് ചെയ്ത് തിരിച്ചു പോകാനായിട്ട് സാധിക്കും. പിന്നെ എന്താണ് പറഞ്ഞത്? അതുപോലെ തന്നെ പെരിറ്റോണിയൽ ഡയാലിസിസ് പോലുള്ള സെൽഫ് ഡയാലിസിസ് ട്രീറ്റ്മെന്റുകൾ, അതെങ്ങനെയാണ് സ്വന്തമായിട്ട് അവർ ആ ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റുകൾ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള അവർക്കുള്ള പേഷ്യൻസിന് എന്ത് ചെയ്യണം? ട്രെയിനിങ്ങുകൾ കൊടുക്കണം അല്ലെ. ആ ട്രെയിനിങ്ങുകൾ ആര് ചെയ്യുന്നുണ്ട്? കൊടുക്കുന്നുണ്ട്. ഈ ഡയാലിസിസ് സെന്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും ഡയാലിസിസ് സെന്റേഴ്സിനെ പറ്റി പറഞ്ഞു. ഇന്നടുത്ത പോയിന്റ്സ് വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഇന്നടുത്ത ഭാഗം ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. നമ്മൾ ടൈപ്സ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ് തുടങ്ങിയാണ് പഠിച്ചത്. വേഗം വായിച്ചു നോക്കിയേ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം.
അപ്പൊ നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള യൂട്യൂബിലൊക്കെ കയറി നോക്കിയാൽ നല്ല അനിമേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും കേട്ടോ. വളരെ ഷോർട്ട് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെയാണ്. അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം നിങ്ങൾ കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഇങ്ങനെയൊക്കെ ഈ ഒരു ക്ലാസ് പഠിപ്പിക്കുമ്പോൾ നമുക്ക് ആ ഒരു വീഡിയോസ് ഒക്കെ ഇട്ട് കാണിക്കാനുള്ള കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാൻ, നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ആ ഒരു യൂട്യൂബ് ഒക്കെ നമ്മൾ ഇത് പഠിക്കുന്ന ഒരു സമയം എത്തുമ്പോൾ ആ ഒരു ഭാഗം എത്തുമ്പോൾ അതിന്റെ അറിയാത്തതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കി കുറെ വീഡിയോസ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് എന്താണ് ആ ഒരു പിന്നീട് നമുക്ക് എന്താണ് ആ ഒരു പ്രൊസീജിയർ എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മറന്നു പോവില്ല. അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോന്റെ ആ ഒരു ഓർമ്മയിൽ നിന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിലെ പ്രധാനമായിട്ടും ഇപ്പൊ ഇത്രയും പഠിച്ചതില് നമ്മൾ ഇതിന്റെ മൂന്നെണ്ണത്തിന്റെയും എന്താണ് ഇലാബറേറ്റഡ് ആയിട്ടുള്ള ഫോംസ് പഠിച്ചിരിക്കുക കേട്ടോ. എക്സ്പാൻഡഡ് ഫോംസ് പഠിച്ചിരിക്കുക, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ CRRT എന്താണെന്ന് ചോദിക്കാറുണ്ട്. കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി ആണ്. അതുപോലെ ഹീമോ ഫിൽട്രേഷൻ എന്ന് അറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് പിന്നെ എഫക്ട്സ് അഡ്വാൻറ്റേജസ് ഒക്കെ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള സ്റ്റെപ്പുകൾ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അത് ഇൻക്ലൂഡഡ് അല്ലാത്തതോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളതോ അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാറ്. അതുപോലെ ഇതിലും ഈ HDയുടെയും PDയുടെയും ഒക്കെ കോമൺ എഫക്റ്റുകൾ ഏതൊക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ കോമൺ എഫക്റ്റുകൾ ഉൾപ്പെടാത്തത് ഏതാണ് എന്നുള്ള, സൈഡ് എഫക്റ്റുകൾ ഉൾപ്പെടാത്തത് ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ ഡയാലിസിസ് സെന്റർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നും ചോദിക്കാറുണ്ട് കേട്ടോ. ഏതാണ് ചോദിച്ചത്? എക്സ്ചേഞ്ചിന്റെ ആണോ പറഞ്ഞത്? അതാണ് നമ്മൾ പറഞ്ഞ എക്സ്ചേഞ്ച് 3 to 5 times a day. അതായത് ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞല്ലോ, ഒരു ദിവസം ചിലപ്പോ ഒരു പ്രാവശ്യം മാത്രമായിരിക്കില്ല ആ ഒരു ഡയാലിസിസ് ചെയ്യേണ്ടി വരിക. അതെന്ത് ചെയ്യണം, 2, 3, 4, 5, 6 പ്രാവശ്യം വരെയൊക്കെ ഒരു പേഷ്യൻസിന് ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരാം. അതാണ് അവിടെ എക്സ്ചേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ഡയാലിസേറ്റ് എന്തായിരുന്നു ആ ഒരു അബ്ഡോമിനൽ ഭാഗത്തേക്ക് കൊടുക്കുന്നു. അതിനുശേഷം കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം എന്ത് ചെയ്യുന്നു, അവിടെ ആ ഒരു എക്സ്ചേഞ്ച് നടക്കുന്നില്ലേ, ആ ഒരു വേസ്റ്റുകൾ ആയിക്കോട്ടെ അതർ എക്സ്ട്രാ ഫ്ലൂയിഡ്സ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുള്ളൂ, എക്സ്ചേഞ്ച് നടന്നതിന് ശേഷം ആ ഒരു ലാസ്റ്റ് വന്നിരിക്കുന്ന ആ ഒരു ഫ്ലൂയിഡ് എന്ത് ചെയ്യും, നമ്മൾ ഡ്രെയിൻ ചെയ്ത് മാറ്റും. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ടോ, ഓരോ പ്രാവശ്യം ആ ഒരു സെയിം പ്രൊസീജിയർ തന്നെ എന്ത് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്യുകയാണ്. ഒരു പ്രാവശ്യം മാത്രമല്ല ആ ഒരു സെയിം പ്രൊസീജിയർ ചെയ്യുന്നത്. ചിലപ്പോൾ ഓരോ പേഷ്യന്റിന്റെയും കണ്ടീഷൻ അനുസരിച്ച് 6 പ്രാവശ്യം വരെയും ചിലപ്പോൾ എന്ത് ചെയ്യാം, ഒരു ദിവസം തന്നെ ആ സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരാം. എന്താണ് തീർത്ത? CRRT പറഞ്ഞില്ലേ, ആ അതില് റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ് പറഞ്ഞില്ല, അതെന്താന്ന് പറഞ്ഞു? റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ് എന്താ? ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ആ ഒരു ബ്ലഡ് നമ്മുടെ ബോഡിയിൽ നിന്ന് എടുക്കുമ്പോൾ ആ ബ്ലഡിനെ ഫിൽറ്റർ ചെയ്യണമല്ലോ. ആ ബ്ലഡ് ഫിൽറ്റർ ചെയ്യാനായിട്ട് നമുക്ക് ഫിൽറ്റർ ചെയ്യാനായിട്ട് സഹായിക്കുന്ന, ബ്ലഡിനെ ഫിൽറ്റർ ചെയ്യാൻ സഹായിക്കുന്ന ചില കെമിക്കൽസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. അതാണ് റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വേറെ ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആയോ ഇന്നത്തെ ഭാഗം? ഡയാലിസിസ് സെന്റേഴ്സ് വരെയും ക്ലിയർ ആയോ? മാം ഹെർണിയ ഒന്നുകൂടെ പറയോ? ഹെർണിയ എന്ന് പറഞ്ഞാല് നമ്മുടെ ആ അബ്ഡോമിനൽ ഏരിയ അല്ലെ, നമ്മുടെ ആ ഒരു വയറിന്റെ ആ ഒരു ഭാഗത്തെ പേശികൾ ദുർബലമാവുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അങ്ങനെ മസിൽസ് എന്ത് ചെയ്യും, വീക്ക് ആവുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള ഇന്റേണൽ ആയിട്ടുള്ള ഓർഗൻസ് എന്ത് ചെയ്യുന്നു, പുറത്തോട്ട് നമ്മൾ ഭാരപ്പെട്ട ജോലികളൊക്കെ എടുക്കുമ്പോഴോ ഒക്കെ എന്ത് ചെയ്യുന്നു, പുറത്തോട്ട് തള്ളി വരുന്നു. അപ്പൊ നമുക്ക് എന്താ തോന്നുക, ഒരു ലംസ് പോലെ അല്ലെങ്കിൽ ഒരു പുഴകൾ പോലെയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്വളനായിട്ട് അല്ലെങ്കിൽ ഒരു വീർത്തിരിക്കുന്ന ഒരു അവസ്ഥയായിട്ട് നമുക്ക് തോന്നും. അപ്പൊ അതാണ് ഹെർണിയ എന്ന് പറയുന്നത്. അപ്പൊ അത് വയറിന്റെ അല്ലെങ്കിൽ ആ ഒരു ഇപ്പൊ നമ്മൾ PDയല്ല ചെയ്യുന്നത്, നമ്മൾ ആ ഒരു പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുമ്പോൾ നമ്മുടെ ആ അബ്ഡോമനാണ് നമ്മുടെ അബ്ഡോമിനൽ ലൈനിങ്ങിനെ തന്നെ നമ്മൾ ആ ഒരു ഫിൽറ്ററായിട്ട് യൂസ് ചെയ്യാണ്. അപ്പൊ അങ്ങനെ കുറെ സമയം നാളെ ഈ ഒരു ഫിൽട്രേഷൻ അല്ലെങ്കിൽ ആ ഒരു സെയിം പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടുത്തെ ആ ഒരു മസിൽസ് എങ്ങനെയാവും, വീക്ക് ആവും അല്ലെ. ഏതൊരു ഭാഗത്ത് നമ്മൾ കുറെ അധികം നാളെ ഒരു ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും, ആ അവിടത്തെയുള്ള മസിൽസ് എന്ത് ചെയ്യും, വീക്ക് ആവും അല്ലെ. അപ്പൊ ആ ഒരു അബ്ഡോമിനൽ ഭാഗത്ത് ആ മസിൽസ് വീക്ക് ആവുന്നത് കൊണ്ട് തന്നെ ഹെർണിയ വരാനായിട്ടുള്ള പെട്ടെന്നുള്ള ഒരു ചാൻസ് ആ പേഷ്യൻസിനുണ്ട്. നെക്സ്റ്റ് വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ജസ്റ്റ് നിങ്ങൾ ആ ഒരു ഹെർണിയ എന്താണെന്ന് മാത്രം ഹെർണിയ ആ ഒരു എന്താണ് ഹെർണിയ എന്ന് പറയുന്ന ഒരു സൈഡ് എഫക്ട് ഉണ്ടെന്ന് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. എന്താണ് ഹെർണിയ എന്നൊന്നും ചോദിക്കാറില്ല കേട്ടോ. ഓക്കെ, മനസ്സിലായിട്ടാണോ? ഡൗട്ട് ഒന്നും ഇല്ലാത്ത എല്ലാവർക്കും ക്ലിയർ ആയോ? യെസ് മാം, ക്ലിയർ ആണ്. അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ ഓക്കെ, ഞാൻ ചോദിക്കുന്ന ആളുകൾ മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോ എന്താണ് കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി? എന്താണ് കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി? ശില്പ മനോജ് ഉണ്ടോ? ശില്പ ഉണ്ടോ? ഇല്ല. അതുല്യ ചിപ്പി ഉണ്ടോ? അതുല്യ? ഓക്കെ, ജോസ്മി ഉണ്ടോ? ജോസ്മി റോബിൻസൺ? ജോസ്മി ക്വസ്റ്റ്യൻ ചോദിക്കുന്നതുകൊണ്ടാണ് ആരും ഒന്നും മിണ്ടാതിരിക്കുന്നത്. ഓക്കെ, ജോസ്മി എന്താണ് CRRT അല്ലെങ്കിൽ കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി? ഓക്കെ, ആർക്കറിയാം? ആര് പറയും കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി? ഓക്കെ, കാരുണ്യ പറയും. കാരുണ്യ, ഇതിനെ ഹീമോഫിൽട്രേഷൻ എന്നുകൂടെ പറയാൻ പറ്റും. ഇതൊരു സിവിയർ ആയിട്ട് കിഡ്നി ഫെയിലിയർ പെട്ടെന്ന് ഉണ്ടാവുമ്പോൾ ഒരു സഡൻ AK ആയിട്ട് വരുന്ന സമയത്ത് അവർക്ക് അവരുടെ ബോഡി വന്നിട്ട് വളരെ വീക്ക് ആയിരിക്കും. അപ്പൊ അവർക്ക് അതുകൊണ്ട് തന്നെ നോർമൽ ആയിട്ടുള്ള നമ്മള് ഹീമോ ഡയാലിസിസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ CRRT ചെയ്യുന്നത്. ഇതൊരു 24 hours 12 to 24 hours നീണ്ടു നിൽക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ ആണ്. ക്വസ്റ്റ്യനിലൂടെ ബ്ലഡ് പാസ് ചെയ്തിട്ട് സാധാരണ പോലെ തന്നെ വേസ്റ്റ് പ്രൊഡക്ട്സ് ഒക്കെ ഡിസ്ചാർജ് ചെയ്യുന്ന വേസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് വാട്ടർ ഡിസ്ചാർജ് ചെയ്യുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ്, എന്താണ് ഒരു ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്? എന്താണ് ഒരു ഡയാലിസിസ് സെന്റർ? ആരാ പറയുന്നത്? അനഘയുണ്ടോ? അനഘ? വിദ്യ ഉണ്ടോ? വിദ്യ സുജിത്? ഇല്ല. ജംഷീന? ജംഷീന ഒന്ന് പറഞ്ഞേ, എന്താണ് ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്? ക്വസ്റ്റ്യൻ ചോദിക്കുന്നതുകൊണ്ടാണ് ആരും ഒന്നും മിണ്ടാതിരിക്കുന്നത്. പ്രവിത ഉണ്ടോ? പ്രവിത? ഓക്കെ, എന്താണ് ഒരു ഡയാലിസിസ് സെന്റർ എന്ന് പറഞ്ഞാല് പ്രവിത? ഡയാലിസിസ് സെന്റർ അതായത് നമ്മുടെ കിഡ്നി ഫെയിലിയർ ആയ പേഷ്യൻസിന് അതിന് ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ അതില് ഇൻപുട്ടും ഔട്ട്പുട്ടും അതായത് പുറത്തുനിന്ന് വരുന്ന പേഷ്യൻസിനും അതുപോലെ അവിടെ ഔട്ട് പേഷ്യന്റിനും അത് അവൈലബിൾ ആണ്. പിന്നെ അവര് അതിനുള്ള ബാക്കിയുള്ള വീട്ടില് ചെയ്യുന്നവർക്കായാലും അതിനുള്ള ട്രെയിനികളൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്, താങ്ക്സ്. നെക്സ്റ്റ്, എന്താണ് ആ ഒരു CCPD അല്ലെങ്കിൽ CIPD ഒക്കെ ഫുൾ ഫോം ചെയ്യുക അല്ലെ? ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. എന്താണ് CCPD? എന്താണ് CCPD? കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഓക്കെ, കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. ദെൻ എന്താണ് CAPD? കണ്ടിന്യൂസ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഓക്കെ, എല്ലാവരോടും ചോദിക്കുമ്പോ എല്ലാവരും സൗണ്ട് ഉണ്ട് അല്ലെ? ഇൻഡിവിജ്വൽ ആയിട്ട് ചോദിക്കുമ്പോ ഇവിടെ ആരുടെയും സൗണ്ട് വരുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് മനസ്സിലായോ? അപ്പൊ ഇന്ന് നമ്മുടെ ചാപ്റ്റേഴ്സ് മനസ്സിലായോ? ഇന്നത്തെ ചാപ്റ്റർ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ കുറച്ചുകൂടി നമുക്ക് ചെയ്യാനുള്ളൂ. നമുക്ക് നെക്സ്റ്റ് എന്താണ് ഡയാലിസിസ് സ്ട്രക്ചർ, അതുപോലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ജോസ്മി ഒന്ന് മ്യൂട്ട് ചെയ്തേ.
നെക്സ്റ്റ് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, അതായത് ഡയാലിസിസ് സെന്റേഴ്സിന്റെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയായിരിക്കണം, അതുപോലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടത് എന്തൊക്കെയാണ്, പേഷ്യൻസിന്റെ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അതുപോലെ ഡയാലിസിസ് കോർഡിനേറ്റേഴ്സിന്റെ കുറച്ച് ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. അതുകൂടി കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആകും കേട്ടോ. അപ്പൊ അതിനുശേഷം നമുക്ക് കുറച്ച് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ എല്ലാവരും നന്നായിട്ട് ഈ ഒരു ചാപ്റ്റർ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരണം കേട്ടോ. ഞാൻ എന്തായാലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടേ നെക്സ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പൊ ഇവിടെയാണെങ്കിലും ഇന്നാണെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചവരില് പകുതി പേരും എന്താണ് ആക്റ്റീവായിട്ട് ഇരിക്കുന്നുള്ളവരാണ്. പക്ഷെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിയുമ്പോൾ ആരും എന്ത് ചെയ്യുന്നില്ല, റെസ്പോണ്ട് ചെയ്യുന്നില്ല. നമ്മൾ റെസ്പോൺസ് വേണം. നിങ്ങൾക്ക് ലാസ്റ്റ് 10 മിനിറ്റ് ഇട്ടിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? നിങ്ങൾക്ക് അതിനുള്ള ഡൗട്ട്സ് ചോദിക്കാനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ക്ലാസ്സിൽ ഒരു ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു 10 മിനിറ്റ് വെച്ചിരിക്കുന്നത് അല്ലെ. ബാക്കി സമയം മുഴുവൻ നമ്മൾ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. ആ ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമയമാണ്. അപ്പൊ നിങ്ങൾ അത് യൂട്ടിലൈസ് ചെയ്തോളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ മനസ്സിലാക്കിയെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ. നിങ്ങൾക്ക് അറിയാത്തതായിരിക്കും ചിലപ്പോ എല്ലാ പോയിന്റ്സും അറിയുന്നില്ല. എല്ലാവർക്കും ചിലപ്പോ 1-2 പ്രാവശ്യം പറഞ്ഞു കൊടുക്കുമ്പോ തന്നെ മനസ്സിലാവണമെന്നില്ല. നിങ്ങൾ അറിയാവുന്നത് എന്താണോ അത് നിങ്ങൾ പറയാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. Okay, ma'am. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am.